ഉപദ്വീപ് പീഠഭൂമിയിൽ ചെമ്മണ്ണും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല ആഗ്നേയ ശിലയാണ് കേട്ടോ. ഡെക്കാൻ ട്രാപ്പ് മേഖല ഏതാണ്? ആഗ്നേയ ശിലയാണ്. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. യൂണിവേഴ്സിറ്റി LGSന്റെ അവസാന കലാശമായി, കൊട്ടിക്കലാശമായി അല്ലേ. 2 ദിവസം കൂടെ ഉള്ളു. 2 ദിവസം ഇല്ല, ഇനി നാളെയും കൂടെ അല്ലേ ഉള്ളു. ഒരുവിധം എല്ലാം പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായിട്ട് മുന്നേറിയവർക്കെല്ലാം വിജയം ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഏത് രീതി വന്നാലും ക്വസ്റ്റ്യൻ ഏത് രീതി വന്നാലും നിങ്ങൾ എഴുതും. നല്ല ആത്മവിശ്വാസത്തോടെ പോവുക. ടഫ് ആണെങ്കിൽ അതിനനുസരിച്ച് എഴുതും. വളരെ സിമ്പിൾ ആണെങ്കിൽ ശ്രദ്ധിച്ച് എഴുതുക. കൂടുതൽ മൈനസ് വരുത്താതിരിക്കുക. കൂടുതൽ കുറച്ചൊക്കെ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. 1, 5, 6, 50-50 ചാൻസ് എടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എന്നാൽ കുറേ അധികം മൈനസ് വരരുത്. 20 മൈനസ്, 30 മൈനസ് ഇങ്ങനെ പറയുന്ന അവസ്ഥ വരരുത്. പിന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ ചിലപ്പം പുതുമയുള്ളതായിരിക്കും, ചിലപ്പം സ്റ്റേറ്റ്മെന്റ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കുഴപ്പിക്കുന്നതായിരിക്കും, മാത്സിൽ തന്നെ കുഴപ്പിക്കുന്നതായിരിക്കും. അതൊക്കെ വന്നാൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇത്രയും നാളുകൊണ്ട് ടോപ്പിക് അനുസരിച്ച് പഠിച്ചോ, സിലബസ് അനുസരിച്ച് പഠിച്ചത് ഈ കേരളത്തിൽ എല്ലാവരും ഇത് തന്നെ പഠിച്ചിരിക്കുന്നു. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെല്ലാം പുതിയ രീതിയിലൊന്നും എങ്ങും പഠിപ്പിക്കില്ല. എല്ലാ സാറുമാരും ഇതേ ടൈപ്പൊക്കെ തന്നെ പഠിപ്പിച്ച് റിവിഷൻ നടത്തി മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ അധികം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട, നല്ല ശ്രദ്ധിച്ച് പോകുക. രാവിലെയാണ് പരീക്ഷ, ശ്രദ്ധിച്ചോണം. ഹാൾ ടിക്കറ്റ്, ഐ ഡി കാർഡൊക്കെ പിന്നെ വീട്ടിൽ വന്ന് ഓടി എടുക്കണോ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ട്. ഇച്ചിരി നേരത്തെ അങ്ങ് എത്തണേ. ഒരു അരമണിക്കൂർ മുമ്പേ അങ്ങ് എത്തിക്കോ. ഹാളിൽ പോയി സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക, മനസ്സൊന്ന് സ്വസ്ഥമാക്കി വെക്കുക. പിന്നെ ടൈം, വാച്ചുകളില്ല എന്നറിയാം, കറക്റ്റ് ടൈം നിങ്ങൾക്ക് ടൈം കിട്ടും. LGS പരീക്ഷയ്ക്ക് മാക്സിമം ടൈം കിട്ടും. എന്നാലും പതുക്കെ ഇരിക്കാതെ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ഏത് ഭാഗമാണ്. ചിലവർ കണക്ക് ഇഷ്ടപ്പെട്ട് കണക്കങ്ങ് ചെയ്യും, ചിലവർ GK ഇഷ്ടപ്പെട്ട് GK ആണെങ്കിൽ ആദ്യത്തെ അരമണിക്കൂർ GK പതുക്കെ സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കുക ചെയ്യുക. എന്നിട്ട് അരമണിക്കൂർ കണക്ക് അതിലേക്ക് പോവുക. പിന്നെ ഒരു 15 മിനിറ്റ് ഏതെങ്കിലും ഒന്നും കൂടെ നോക്കാനുള്ള ചോദ്യങ്ങളില്ലേ. നല്ല വിശ്വാസത്തോടെ കൂടെ, മനസ്സിന് സന്തോഷകരമായ പ്രവർത്തികളായിരിക്കണം ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ വേണ്ടത്. അച്ഛനും അമ്മയോടായാലും വീട്ടിലെ പെങ്ങളോടായാലും അല്ലെങ്കിൽ അനിയന്മാരോടായാലും അങ്ങനെ ആരോടും ഒന്നും വഴക്കൊന്നും കൂടാതെ മനസ്സുകൊണ്ട് എപ്പോഴും കറണ്ട് അഫേഴ്സ് ഒന്ന് പഠിക്കുക. നാളേക്ക് ഇരുന്ന് മാക്സിമം കറണ്ട് അഫേഴ്സുകൾ ഒന്ന് പഠിക്കുക കേട്ടോ. കറണ്ട് അഫേഴ്സ് ഒരു വർഷത്തെ ഫുള്ള് 23 മാക്സിമം പഠിക്കുക. കേരളവും ഇന്ത്യയൊക്കെ ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. പിന്നെ നോബൽ സമ്മാനം ഒക്കെ ഒന്ന് പഠിക്കണേ. നോബൽ സമ്മാനം, ചന്ദ്രയാന്, അതുപോലെ ISROയുടെ ഏറ്റവും പുതിയ നേട്ടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള ഏതെങ്കിലും ഐറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം പഠിക്കുക. പിന്നെ കിട്ടുമെന്നേ, ഈ അവാർഡുകളെല്ലാം പഠിച്ചില്ലേ, കേരളത്തിലെ മന്ത്രിമാർ പഠിച്ചിട്ടില്ലേ, കേരളത്തിലെ മന്ത്രിമാർ, ഇന്ത്യയുടെ മന്ത്രിമാരെ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ, കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും നല്ലോണം നോക്കുക. എന്നിട്ട് ജ്ഞാനപീഠം, സരസ്വതി സമ്മാനം, എഴുത്തച്ഛൻ അവാർഡ്, വയലാർ അവാർഡ്, ആ ഭാഗങ്ങളെല്ലാം. പിന്നെ ചെയർമാന്മാരെല്ലാം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. മനുഷ്യാവകാശം, വിവരാവകാശ ചെയർമാന്മാര്, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, അതുപോലെ നമ്മുടെ UPSC ചെയർമാൻ, UGC ചെയർമാൻ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, റിസർവ് ബാങ്ക് ഗവർണർ, ഈ ഒരു ടൈപ്പ് എല്ലാം നോക്കുക. അപ്പൊ ചെയർമാന്മാരെ എല്ലാം പഠിക്കണം, അവാർഡുകളെല്ലാം പഠിക്കണം, നോബൽ സമ്മാനങ്ങളെല്ലാം പഠിക്കണം. ചന്ദ്രയാൻ നല്ലോണം 1ഉം 2ഉം 3ഉം പഠിച്ചോ കേട്ടോ. പിന്നെ ഈ അടുത്ത കാലത്ത്, ഈ വർഷം നടന്ന ഏഷ്യൻ ഗെയിംസിലെ മെഡലുകൾ ഇന്ത്യക്കാരെയും കേരളക്കാരെയും ഒന്ന് പഠിക്കുക. അതുപോലെ നമ്മുടെ നെഹ്റു ട്രോഫി, വള്ളംകളി, സന്തോഷ് ട്രോഫി ഉണ്ടെങ്കിൽ സന്തോഷ് ട്രോഫി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വേദികള്, പ്രമേയങ്ങൾ, ഈ അടുത്ത കാലത്ത് നടന്ന വനിതാ ദിനത്തിന്റെ പ്രമേയം, അല്ലെങ്കിൽ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് നോക്കുക. കുഴപ്പമൊന്നും വരത്തില്ല, ധൈര്യമായിട്ടിരിക്കുക. പഠിച്ചവർ ഉറപ്പായിട്ട് കിട്ടും. പിന്നെ അറിയാവുന്നത് ആദ്യം സ്കോർ ചെയ്ത് പോവുക കേട്ടോ. മനസ്സിൽ ടെൻഷൻ അടിക്കല്ല, ഞാൻ ഇത്രയും നാൾ കൊണ്ട് പഠിച്ചു, ഇതൊന്നും വന്നില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ വരും, തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ. ഇതല്ലെങ്കിൽ മറ്റൊരു പരീക്ഷയ്ക്ക്, ഇപ്പൊ നിങ്ങൾ മുമ്പിൽ വരുന്ന ആ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇനി പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഓരോ പരീക്ഷയ്ക്കും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് ആദ്യം കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടെ ഉണ്ടായിരിക്കും. പഠിക്കുന്നവര് തീർച്ചയായിട്ടും കുറച്ചു പേര് ഇതിൽ കിട്ടും, കുറച്ചു പേര് അടുത്ത പരീക്ഷകൾക്ക് കിട്ടും. നിങ്ങൾ ഈ പഠിച്ചു വെച്ചിരിക്കുന്നത് എപ്പോഴായാലും പ്രയോജനം ഉണ്ടാവും. ചിലവർക്ക് ഈ പരീക്ഷയ്ക്ക് പോവും, ചിലവർക്ക് അടുത്ത പരീക്ഷയ്ക്ക് വരും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ പോകേണ്ടത് കൂളായിട്ട് പോവുക, മനസ്സുകൊണ്ട് സിമ്പിൾ ആയിട്ട് കൂളായിട്ട് പോവുക, എഴുതിയിട്ട് എഴുതുക കേട്ടോ. കൂടുതൽ നെഗറ്റീവ് വരുത്താതെ എഴുതുക. ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ ടെൻഷൻ അടിക്കരുത്, എല്ലാവർക്കും ടഫ് ആയിരിക്കും. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി കേട്ടോ. മനസ്സിന് സന്തോഷകരമായ പ്രവൃത്തികൾ നാളത്തെ ദിവസവും ഒക്കെ ചെയ്യണേ. രാവിലെയൊക്കെ അലാറം വെച്ച് എണീച്ച് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടിരിക്കുക കേട്ടോ. വയറ് നിറച്ച് കഴിക്കണമെന്ന് പറയുന്നില്ല. ഒരു ഏത്തക്കയോ, അല്ലെങ്കിൽ രാവിലെ 7:15 പരീക്ഷ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ഒരു ചായയും കുടിച്ച് ഏത്തക്കയൊക്കെ കഴിച്ചിട്ടോ, അല്ലെങ്കിൽ 2 ദോശ എങ്ങാനും തിന്നിട്ടോ ഒക്കെ ഇരിക്കുക കേട്ടോ. ശ്രദ്ധിച്ച് മൂത്രമൊക്കെ ഒഴിച്ചിട്ടൊക്കെ ഹാളിൽ കയറാവേ, അതൊന്ന് നോക്കുക. പേന എടുത്തോണ്ട് പോണേ, 2 പേനയെങ്കിലും ഇരിക്കുക. പുതിയ പേന എടുത്തില്ലെങ്കിലും പഴയ പേനയെങ്കിലും 2 എണ്ണം കൈ കാണണം കേട്ടോ, 2 പേനയെങ്കിലും. പിന്നെ അവസാനം അവിടെ പേനയുണ്ടോ എന്ന് നടന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഓക്കെ.
നമുക്ക് ഒന്ന് റിവിഷൻ നടത്താം. ഞാൻ കത്തിയടിച്ച് പോകുന്നില്ല. ഓരോരുത്തരോടും പറയാം, കുറേ നാളത്തെ അധ്വാനം നിങ്ങൾക്ക് വേണ്ടി കുറേ റിവിഷൻ നടത്തി. കുറേ നാളുകൊണ്ട് എനിക്ക് കവളൊന്നും വയ്യായിരുന്നു. ഈ റിവിഷൻ നടത്തും തോറും നിർത്താതെയുള്ള റിവിഷൻ അല്ലേ, അപ്പോഴത്തേക്ക് എന്റെ കവിളൊക്കെ അങ്ങ് വീർക്കില്ലേ. വീട്ടിൽ ഓൺലൈൻ ക്ലാസ്, പിന്നെ എൻട്രിയിലെ ക്ലാസ്, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ യൂട്യൂബ് ഇട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഒരു പരുവാവും. അതുകൊണ്ട് എന്നാലും പരീക്ഷയല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടി പിന്നെ റിസൾട്ട് ഒക്കെ കിട്ടുമ്പോഴും സന്തോഷത്തോടെ സ്നേഹത്തോടെ അറിയിക്കണേ. ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ അറിയിക്കുക. ചിലവർക്ക് എന്റെ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ അറിയും. അല്ലാതെ അത് ഒളിച്ചും പാത്തൊന്നും വെക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയാ തന്നത്. ഇതിൽ കുറച്ച് പേര് രക്ഷപ്പെടും. അന്നും പറഞ്ഞ് ലിസ്റ്റ് വന്നില്ല എന്നും പറഞ്ഞാലും ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നതിനൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ പറ്റുന്നതൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. പ്രദീപ് മുഖത്തലയാണ്. അതുകൊണ്ട് റിസൾട്ട് വരുമ്പോഴായാലും നിങ്ങൾ അറിയിക്കണേ, ആ സന്തോഷ വാർത്ത അറിയിക്കുക കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് തിരിച്ചു വരാം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഒന്ന് റിവിഷൻ നടത്തി തരാം. ഓക്കെ, പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം ഗുജറാത്ത്, മഹാരാഷ്ട്ര അല്ലെ. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് ഏതൊക്കെ? ഗുജറാത്ത് ഉണ്ട്, മഹാരാഷ്ട്രയുണ്ട്, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് അല്ലെ. പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. എന്നാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്? പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2012 ജൂലൈ 1 അല്ലെ. 2012 ജൂലൈ 1. 900 മീറ്റർ ആണ് കേരളത്തിലെ ഉയരം അല്ലെ. പശ്ചിമഘട്ടത്തിന് കേരളത്തിൽ 1200 മൊത്തം, അതിൽ 900 കേരളത്തിലാണ് അല്ലെ. കേരളത്തിലാണ് 900 മീറ്റർ. മൊത്തം 1600 കിലോമീറ്റർ ഉണ്ട് പശ്ചിമഘട്ടം മൊത്തം എന്ന് പറയുന്നത് കേട്ടോ. മഹാനദി മുതൽ, അതായത് പശ്ചിമഘട്ടം ഗുജറാത്തിലെ താപ്തി മുതൽ നമ്മുടെ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം കിടക്കുന്നത്. പക്ഷേ പൂർവ്വഘട്ടം കിടക്കുന്നത് മഹാനദി മുതലാണ്. പശ്ചിമഘട്ടം ഏത് നദിയുടെ? ഗുജറാത്തിലെ താപ്തി മുതലാണ് പശ്ചിമഘട്ടം കിടക്കുന്നത്, ഗുജറാത്തിലെ താപ്തി. ഇനി പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് പഠിച്ചുകൊണ്ട്: ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, തെലങ്കാന. തെറ്റിപ്പോരുത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, തെലങ്കാന. തെലങ്കാനയുടെ തലസ്ഥാനം എന്താണ്? തെലങ്കാനയുടെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഹൈദരാബാദ് ആണെന്ന് അല്ലേ. ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമാണ് വിശാഖപട്ടണം എന്ന് വിളിക്കുന്നത്. ആന്ധ്രാപ്രദേശ് കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിലല്ലേ, കുച്ചിപ്പുടിയാണ്. പൂർവ്വഘട്ടം എഴുതിയേക്കുന്നുണ്ട്. മഹാനദി താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെയാണ് പൂർവ്വഘട്ടം. തെറ്റിപ്പോരുത്. മഹാനദിയുടെ താഴ്വര മുതൽ നീലഗിരിയുടെ തെക്ക് വരെ. പശ്ചിമഘട്ടോ ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ. ഗുജറാത്തിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. കക്രപ്പാറ അണക്കെട്ട് താപ്തി നദിയിലാണ്. കക്രപ്പാറ ശരിയാണ്. അതുപോലെ സൂററ്റ് താപ്തി നദിയിലല്ലേ. സൂററ്റ് എന്തിന്റെ തീരത്താണ്? താപ്തി. കക്രപ്പാറ അണക്കെട്ട് താപ്തി. ഉഖായി പദ്ധതി മറന്നുപോയത്. ഉഖായി പദ്ധതി താപ്തി നദിയിലാണ് കേട്ടോ, ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ മറ്റൊരു ഫേമസ് നദിയുണ്ട്, നർമ്മദ. നമ്മുടെ സർദാർ സരോവർ അണക്കെട്ട്, സർദാർ സരോവറിന്റെ പ്രതിമ നർമ്മദയല്ലേ. വിന്ധ്യ സത്പുര പർവ്വതങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന നദി നർമ്മദയാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന നദി നർമ്മദയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം നർമ്മദ എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഛത്തീസ്ഗഡിലെ മൈക്കല നിരകളിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത്. ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്നാണ് നർമ്മദ. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി നർമ്മദയല്ലേ. ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദി നർമ്മദയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ പെരിയാറിനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. അപ്പൊ പൂർവ്വഘട്ടം ഏത് നദിയിലാണ്? മഹാനദിയാണ്. മഹാനദി, അതായത് ഒഡീഷയുടെ ദുഃഖം എന്ന് വിളിക്കുന്നതാണ് മഹാനദി കേട്ടോ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. നമ്മുടെ ഈ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഒരു നദിയില്ലേ, ഷിയോനാഥ് പുഴ ഛത്തീസ്ഗഡിൽ, അത് ഈ മഹാനദിയുടെ പോഷക നദിയാണ് കേട്ടോ. സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഷിയോനാഥ് പുഴ മഹാനദിയുടെ പോഷക നദിയാണ്. മഹാനദിയുടെ പോഷക നദികളാണ് ഇബ് ടെല്ല് എന്ന് പറയുന്നത് മഹാനദിയുടെ പോഷക നദിയാണ്. മധ്യപ്രദേശിലെ മൈക്കല നിരയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത്. നേരത്തെ നർമ്മദ നമ്മൾ പഠിച്ചു. ഛത്തീസ്ഗഡിലെ മൈക്കല നിരയിൽ നിന്ന് നർമ്മദ, മധ്യപ്രദേശിലെ മൈക്കല നിരയിൽ നിന്ന് മഹാനദി. മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്ന് വരുന്ന നദി ഏതാണ്? മഹാരാഷ്ട്രയിലെ മഹാബലീശ്വറിൽ നിന്നും വരുന്നത് കൃഷ്ണ നദിയാണ് അല്ലെ. കൃഷ്ണരാജ സാഗർ കൃഷ്ണയ്ക്കാണോ? അല്ല. കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി നദിക്ക് കൊടുക്കണം. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിൽ കൊടുക്കണം. തെറ്റിപ്പോരുത്. അപ്പൊ കൃഷ്ണരാജ സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണരാജ സാഗർ അണക്കെട്ട് കാവേരി നദിക്കും, നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ്? കൃഷ്ണ നദിയിലുമാണ് കൊടുക്കേണ്ടത്. മറന്നുപോയത്. ഒഡീഷയുടെ ദുഃഖമാണ് മഹാനദി. ആസാമിന്റെ ദുഃഖം ഏത്? ആസാമിന്റെ ദുഃഖം ബ്രഹ്മപുത്രയാണ് അല്ലെ. ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നദിയല്ലേ, ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദിയല്ലേ ബ്രഹ്മപുത്ര. ഈ ബ്രഹ്മപുത്രക്കല്ലേ മാജുലി ദ്വീപ് ഉള്ളത്. ഈ നദീജന്യ ദ്വീപായ മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെൽറ്റ സുന്ദർബൻ ഡെൽറ്റ.
ഏത് നദിയാ? ഗംഗ ബ്രഹ്മപുത്ര നദീതടം. ഗംഗയും ബ്രഹ്മപുത്രയും നദീതടമാണ് സുന്ദർബൻ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ആസാമിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയുടെ ചുവന്ന നദിയും ബ്രഹ്മപുത്രയിലെ. ആസാമിലല്ലേ ഇവിടെ നമ്മളെ റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന ദേശീയ പാർക്ക്? റോയൽ ബംഗാൾ കടുവയെ കാണപ്പെടുന്ന മനാസ് ദേശീയ പാർക്ക് ആസാമിലാണ് കേട്ടോ. മനാസ് ദേശീയ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. വെള്ളക്കടുവയെ കാണപ്പെടുന്ന നന്ദൻകാൻ ദേശീയ പാർക്ക് ഒഡീഷയിലാണ്. അപ്പൊ റോയൽ കടുവയെ കാണപ്പെടുന്നത് മനാസ് ദേശീയ പാർക്ക് ആസാമിലും, വെള്ളക്കടുവയെ കാണപ്പെടുന്ന നന്ദൻകാൻ എവിടെയാണ്? ഒഡീഷയിലാണ് ഉള്ളത്. ആസാമിൽ വേറൊന്നുണ്ട് കേട്ടോ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ദേശീയ പാർക്ക്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്ന ദേശീയ പാർക്ക് എവിടെയാണ്? ആസാമിലാണ്. ഓർത്തു വെച്ചിരിക്കുക, ആസാമിലാണ്. കാസിരംഗ ദേശീയ പാർക്ക്. ഏറ്റവും വലിയ ദേശീയ പാർക്ക് ഏതാണെന്ന് അറിയുമോ? ഏറ്റവും വലിയ ദേശീയ പാർക്ക് അത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട ഹെമിസ് ദേശീയ പാർക്ക് ലഡാക്ക്. ഹെമിസ് ദേശീയ പാർക്ക് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക് ആണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി സിന്ധു ആണ്. ലഡാക്കിലെ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതാ? സിന്ധു. ലിറ്റിൽ ടിബറ്റ് എന്നും നിശബ്ദ തീരമെന്നും ഇന്ത്യയുടെ തണുത്ത മരുഭൂമി എന്ന് വിളിക്കുന്നതും ലഡാക്കാണ്. ഇന്ത്യയുടെ തണുത്ത മരുഭൂമി എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ലഡാക്ക്. ലിറ്റിൽ ടിബറ്റ് എന്ന് വിളിക്കുന്നതും ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് കേട്ടോ. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? മൊത്തം 36 ദ്വീപുകളാണ് ലക്ഷദ്വീപ് കിടക്കുന്നത്. ഓക്കെ, ഇത് പഠിച്ചേ. പശ്ചിമഘട്ടത്തിന്റെ ശരാശരി ഉയരം കണ്ടോ? 1200 മീറ്റർ. കേരളം 900 മീറ്റർ ആണ്. പൂർവ്വഘട്ടത്തിന്റെ ശരാശരി ഉയരം 600 മീറ്ററേ ഉള്ളൂ പൂർവ്വഘട്ടത്തിൽ. അതിലെ കൊടുമുടികൾ എന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെന്ന് നമുക്കറിയാം അല്ലെ. 2695. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ആനമുടി. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ദോഡാബേട്ടയാണ്. 2637 ആണ് ദോഡാബേട്ട. തെറ്റിപ്പോരുതേ. ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയത് ആനമുടി, രണ്ടാമത്തേതാ ദോഡാബേട്ട. ആനമലയിലും ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നുകളിലുമാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമലയിലും ദോഡാബേട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകൾ. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണം. ആനമല അല്ലാതെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നതും ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നതും ആനമലയിൽ നിന്ന് അല്ലെ. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നതും ചാലക്കുടി പുഴ ഉത്ഭവിക്കുന്നതും തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. രണ്ടാം സ്ഥാനത്ത് ഏതാ? ദോഡാബേട്ട. ഇനി പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ജിന്ദാഗാഡ. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? ജിന്ദാഗാഡ്. 1690 മീറ്റർ ആണ് കേട്ടോ. 1600. ആന്ധ്രാപ്രദേശിലാണ്. ജിന്ദാഗാഡ ആന്ധ്രാപ്രദേശിലാണ്. താർ മരുഭൂമി ഉണ്ടല്ലോ, താർ മരുഭൂമിയിലെ മഴ വളരെ കുറവല്ലേ. അവിടുത്തെ വാർഷിക വർഷപാതം 150 മീറ്റർ താഴെയാണ് കേട്ടോ. വാർഷിക വർഷപാതം 150. നമ്മുടെ സാധാരണ വാർഷിക വർഷപാതം എത്ര? 300 മില്ലിമീറ്റർ അല്ലെ. സാധാരണ ചോദിച്ചാൽ 300 പറയേണ്ടത്. താർ മരുഭൂമിയിൽ 150 ആണ്. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഇത് ലൂണി. താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദിയും ലൂണി അല്ലേ? ആണ്. റാൻ ഓഫ് കച്ചിലൂടെ ഒഴുകുന്ന നദിയും ലൂണിയാണ്. നമ്മുടെ രാജസ്ഥാനല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും ചെറുത് ഏതാ? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലുത് രാജസ്ഥാൻ, ഏറ്റവും ചെറുത് ഗോവ. ജനസംഖ്യ കൂടിയത് ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയത് ഉത്തർപ്രദേശ്, ജനസംഖ്യ കുറവ് സിക്കിമാണ്. ഇനി ജനസാന്ദ്രത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയത് ബീഹാർ, ജനസാന്ദ്രത കുറഞ്ഞത് അരുണാചൽ പ്രദേശ് ആണ് അല്ലെ. ആദ്യത്തെ ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനം കേരളം ഉണ്ട് കേട്ടോ. ജനസാന്ദ്രതയിൽ 1-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബീഹാർ, 2-ാം സ്ഥാനം പശ്ചിമ ബംഗാൾ, 3-ാം സ്ഥാനം ആർക്കാണ്? കേരളം. ജനസാന്ദ്രതയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാ? കേരളം. അപ്പൊ ജനസാന്ദ്രത ഏറ്റവും കുറവ് എവിടെ? അരുണാചൽ പ്രദേശ് ആണ്. അരുണാചൽ പ്രദേശിലെ കൃഷിരീതി ഓർമ്മയുണ്ടോ? കൃഷിരീതി ജൂമിങ് കൃഷിരീതി എവിടെയാന്ന് ചോദിച്ചിട്ടില്ലേ? അരുണാചൽ പ്രദേശിലാണ് ജൂമിങ് കൃഷിരീതി. അടുത്ത ഓക്കെ, ലെപ്ച ഗോത്ര വിഭാഗക്കാർ എവിടെയാണ് കാണപ്പെടുന്നത്? ലെപ്ച ഗോത്ര വിഭാഗക്കാർ സിക്കിമിലാണ് കേട്ടോ. ലെപ്ച ഗോത്ര വിഭാഗക്കാർ എവിടെയാണ്? സിക്കിമിലാണ് ലെപ്ച ഗോത്ര വിഭാഗക്കാർ കാണപ്പെടുന്നത്. എവിടെയെന്ന് ചോദിച്ചു. എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ തടാകം ഏത്? എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട ഇന്ത്യയുടെ തടാകം ലോക്താക് തടാകം മണിപ്പൂരാണ്. ലോക്താക് തടാകം മണിപ്പൂരാണ്. ലോക്താക് തടാകത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും ഇന്ത്യയിലെ ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബുൾ ലഞ്ചാവോ ലോക്താക് തടാകത്തിലാണ്. ഇന്ത്യയുടെ ഒഴുകുന്ന ദേശീയ പാർക്കായ കെയ്ബുൾ ലഞ്ചാവോ ഏത് തടാകത്തിലാണ്? ലോക്താക് തടാകം മണിപ്പൂരിലാണ്. ഓർത്തു വെച്ചിരിക്കണം.
വെച്ചിരിക്കണേ. അപ്പൊ എല്ലാ ഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വിശാല തടാകം ഏതാ? ലോക്താക് തടാകം, മണിപ്പൂര്. മണിപ്പൂരിലെ കുക്കീസ് ഗോത്ര വിഭാഗക്കാർ, കുക്കീസ് ആദിവാസി വിഭാഗം മണിപ്പൂരാണ്. അപ്പൊ ലെപ്ച എവിടെയായിരുന്നത്? ലെപ്ച മിസോറാം. ലെപ്ച എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചത് സിക്കിമിലാണ്. ലോക്താക്ക് കുക്കീസ് എവിടെയെന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ് പറയേണ്ടത്. മണിപ്പൂര്. കാസിക്കാരോ കുന്നുകൾ എവിടെയാണ്? കാസിക്കാരോ കുന്നുകൾ മേഘാലയ. കാസിക്കാരോ എവിടെയെന്ന് ചോദിച്ചാൽ മേഘാലയ നമ്മൾ പറയേണ്ടത് അല്ലെ. കുക്കീസ് എവിടെയായിരുന്നു? കുക്കീസ് നമ്മൾ പറയേണ്ടത് കുക്കീസ് എവിടെയെന്ന് ചോദിച്ചാൽ മണിപ്പൂരാണ്. അതാണ്ട് മൃദുവായതും ദൃഢീകരിക്കാത്തതുമായ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട മൊളാസിസ് തടം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന്? മൊളാസിസ് തടം സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് കേട്ടോ. മിസോറാമിലാണ് മൊളാസിസ് തടം എന്ന്. മിസോ കുന്നുകൾ അവിടെയാണ് കേട്ടോ. മിസോറാമിലാണ് മൊളാസിസ് തടം. മറന്നുപോരുത്, നല്ലൊരു ക്വസ്റ്റ്യൻ. മൊളാസിസ് തടം. ജൂമിങ് കൃഷിരീതി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ജൂമിങ് കൃഷിരീതി അരുണാചൽ പ്രദേശ്. ജൂം കൃഷിരീതി നിങ്ങൾക്കറിയാം ആസാമിലാണ്. അപ്പൊ ജൂം കൃഷിരീതി ആസാമിലും ജൂമിംഗ് കൃഷിരീതി എവിടെയാണ്? അരുണാചൽ പ്രദേശ്. ജൂമിലെ ഒരു ആഘോഷം പഠിച്ചിട്ടില്ലേ? നൃത്തരൂപം ബിഹു അല്ലെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപം അല്ലെ ബിഹു. ബിഹു എവിടെയാ? ബിഹു ആസാം. ആസാമിൽ 3 ഉണ്ട്. ബിഹു, അനഗിയ നട്, സാത്രിയ. ബിഹു, അനഗിയ നട്, സാത്രിയ എന്നിവ എവിടെയാണ്? ആസാമിലാണ്. ഗർഭ എവിടെയാണ്? ഗർഭ ഗുജറാത്ത്. ഗർഭ എവിടെയെന്ന് ചോദിച്ചാൽ ഗുജറാത്ത്. തമാശ എന്ന നൃത്തരൂപം മഹാരാഷ്ട്രയിലാണ്. ഗർഭ ഗുജറാത്ത്. തമാശ എവിടെയാണ്? നമ്മുടെ തമാശ മഹാരാഷ്ട്ര. ബംഗ്ര എവിടെയാണെന്നറിയാമോ? ബംഗ്ര എവിടെയെന്ന് ചോദിച്ചാൽ നൃത്തങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്ന ബംഗ്ര എവിടാന്നറിയാമോ? അത് പഞ്ചാബിലാണ്. നൃത്തങ്ങളുടെ രാജാവ് ബംഗ്രയാണ് കേട്ടോ. ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഏതാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം അതേതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഭരതനാട്യം. തമിഴ്നാടിന്റെ ഔദ്യോഗിക നൃത്തവും ഭരതനാട്യമാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക നൃത്തം ഏതാണ്? ഭരതനാട്യമാണ്. ഓർത്തു വെച്ചിരിക്കണേ. ലുഷായി കുന്നുകൾ മിസോറാമിലാണ്. ലുഷായി കുന്നുകൾ എവിടെയാണ്? മിസോറാം. ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റ. ഗംഗാ ബ്രഹ്മപുത്ര നദീതടമാണ്. ഉപദ്വീപ് പീഠഭൂമിയുടെ ആകൃതി കണ്ടോ? ത്രികോണാകൃതിയാണ്. ഉപദ്വീപ് പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണാകൃതി. ഉപദ്വീപ് പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തെയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. ഉപദ്വീപ് പീഠഭൂമിയുടെ തെക്ക് ഭാഗം ഡെക്കാൻ പീഠഭൂമിയാണ്. മറന്നുപോരുത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏതാ? ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഈ ഡെക്കാൻ പീഠഭൂമിയിൽ അല്ലെങ്കിൽ ഉപദ്വീപ് പീഠഭൂമിയിലെ പ്രധാന മണ്ണിനം കറുത്ത മണ്ണാണ് കേട്ടോ. കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. കരിമ്പ് കൃഷിക്കും പരുത്തി കൃഷിക്കും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിനെ കൂടാതെ ചെമ്മണ്ണും കുഴപ്പമില്ലാതെ ഉപയോഗിക്കും കേട്ടോ. ഉപദ്വീപ് പീഠഭൂമിയിൽ ചെമ്മണ്ണും ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ഡെക്കാൻ ട്രാപ്പ് മേഖല ആഗ്നേയശിലയാണ് കേട്ടോ. ഡെക്കാൻ ട്രാപ്പ് മേഖല ഏതാണ്? ആഗ്നേയശിലയാണ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ടും ഗ്രാനൈറ്റും. ബസാൾട്ടും ഗ്രാനൈറ്റും ആഗ്നേയശിലയ്ക്ക്. ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും അവസാദശിലയ്ക്ക്. ചുണ്ണാമ്പുകല്ലും മണൽക്കല്ലും അവസാദശിലയ്ക്ക്. അതുപോലെ നല്ലൊരു ചോദ്യമാണ്, മാർബിളും സ്ലേറ്റും കായാന്തരിത ശിലയ്ക്കാണ് കേട്ടോ. മാർബിളും സ്ലേറ്റും ഏത് ശിലയ്ക്ക്? കായാന്തരിത ശിലയ്ക്കാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ശില ആഗ്നേയശില തന്നെയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ. പക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാ? കായാന്തരിത ശിലയാണ് കേരളത്തിൽ. ഡെക്കാന്റെ പീഠഭൂമി എന്നറിയപ്പെടുന്ന ആരാണ്? ഡെക്കാന്റെ റാണി എന്നറിയപ്പെടുന്നത് പൂന അല്ലെ. ഡെക്കാന്റെ റാണി ഏതാണ്? പൂന. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, കേന്ദ്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂന. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. പശ്ചിമഘട്ടത്തെ നമ്മുടെ പശ്ചിമ തീരവും പൂർവ്വ തീരവും എന്നും പറഞ്ഞില്ലേ ഇവിടെ? ഇതിനെ പശ്ചിമ തീരം 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കച്ച് കത്തിയവാർ തീരം, കൊങ്കണ തീരം, ഗോവൻ തീരം, മലബാർ തീരം. കച്ച് കത്തിയവാർ തീരം ഗുജറാത്ത്, കൊങ്കണ തീരം മഹാരാഷ്ട്ര, ഗോവൻ തീരം മലബാർ തീരം കർണാടകയും കേരളവും. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ ഏതെന്ന് നോക്കേ. പൂർവ്വ തീരം തരംതിരിച്ചിരിക്കുന്ന ഉപവിഭാഗങ്ങൾ. കോറമാൻഡൽ തീരം തമിഴ്നാട് ആന്ധ്രാപ്രദേശ്, നോർത്തേൺ സിർക്കാസ് ഒറീസ, ഉൽക്കൽ തീരം ഒറീസയുടെ വടക്ക് ഭാഗം. കോറമാൻഡൽ തീരം തമിഴ്നാട് ആന്ധ്രാപ്രദേശ്, നോർത്തേൺ സിർക്കാസ് ഒറീസ, ഉൽക്കല തീരം ഒറീസയുടെ ഭാഗം. എന്താ? പൂർവ്വ തീരം 3 ഭാഗം. ഓർത്തു വെച്ചിരിക്കണേ. ഇതൊക്കെ നല്ല തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളാണ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കണേ. ഇനി ലക്ഷദ്വീപ് മിനിക്കോയ് ദ്വീപുകളൊക്കെ ഏത് കടലിലാണ് കിടക്കുന്നത്? ലക്ഷദ്വീപ് അറബിക്കടലിലാണ് കിടക്കുന്നത്. ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി നമ്മുടെ ഹൈക്കോടതിയാണ് അല്ലെ. കേരള ഹൈക്കോടതി അല്ലേ ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി. കേരള ഹൈക്കോടതി എന്നാണ് വന്നേ? 1956 നവംബർ 1 കേരള ഹൈക്കോടതി വരുന്നത്. കേരള ഹൈക്കോടതിയുടെ കീഴിലാണ് ലക്ഷദ്വീപ് വരുന്നത്. കടല് അറബിക്കടൽ. ആൻഡമാൻ നിക്കോബാർ ഏത് കടലിലാണ്? ബംഗാൾ കടലിലാണ് ആൻഡമാൻ നിക്കോബാർ അല്ലെ. ബംഗാൾ കടലിലാണ് ആൻഡമാൻ നിക്കോബാർ.
ഹൈക്കോടതി വരുന്നത് കൊൽക്കത്തയിലാണ് കേട്ടോ. ഹൈക്കോടതി വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ, ആൻഡമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈക്കോടതി കൊൽക്കത്തയാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. ആദ്യ മെട്രോ റെയിൽവേ കൊൽക്കത്ത, ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ കൊൽക്കത്ത, ആദ്യ യൂണിവേഴ്സിറ്റി, ആദ്യ സുപ്രീം കോടതി, ആദ്യ ഹൈക്കോടതി, ആദ്യ മെഡിക്കൽ കോളേജ്, ഇതെല്ലാം ഏതാ? കൊൽക്കത്തയിലാണ് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചത്. അപ്പൊ ആദ്യത്തെ ഭൂഗർഭ റെയിൽവേ വന്നത് എവിടെ? കൊൽക്കത്ത. ആദ്യ മെട്രോ റെയിൽവേ വന്നത് എവിടെ? കൊൽക്കത്ത. മറന്നുപോരുത്. ആൻഡമാന്റെ ഹൈക്കോടതി എവിടെ? കൊൽക്കത്ത. ആൻഡമാന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് ആൻഡമാന്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത്. ആദ്യ സുപ്രീം കോടതി വരുന്നത് കൊൽക്കത്തയിലാണ്. ആദ്യത്തെ സുപ്രീം കോടതി. ഇപ്പോഴത്തെ സുപ്രീം കോടതി ന്യൂഡൽഹിയില അല്ലെ? ഇപ്പോഴത്തെ സുപ്രീം കോടതി എവിടെയാ? ന്യൂഡൽഹി. 1950 ജനുവരി 28-നാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി നിലവിൽ വരുന്നത്. 50 ജനുവരി 28-ന്. 50 ജനുവരി 25-ന് ഇന്ത്യയിൽ വന്നത് ഏതാണെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത് 50 ജനുവരി 25-നാണ്. അതുകൊണ്ട് ആ ജനുവരി 25 വോട്ടേഴ്സ് ദിനവും നമ്മൾ പഠിക്കാറില്ലേ? വോട്ടേഴ്സ് ദിനം അഥവാ സംവിധാന അവകാശ ദിനം ജനുവരി 25-ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് നിർവാചൻ സദൻ എന്നാണ്. നിർവാചൻ സദൻ. ആദ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? സുകുമാർ സെൻ. സുകുമാർ സെന്നും ആദ്യത്തെ വനിത VS രമാദേവിയുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണെന്ന്? മൗണ്ട് കെ2 കാറക്കോറത്തിലാണ്. പക്ഷെ എവറസ്റ്റ്, കാഞ്ചൻജംഗയൊക്കെ ഹിമാദ്രിയിൽ വരണം. അപ്പൊ എവറസ്റ്റും കാഞ്ചൻജംഗ ഏത് പർവ്വതനിര? ഹിമാദ്രി. പക്ഷെ നമ്മുടെ ഗോൾഫിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറമാണ്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്നത് രണ്ടുപേരാ. ഗൾഫ് ഓഫ് മാന്നാറും വേർതിരിക്കുന്നുണ്ട്, പാക് കടലിടുക്കും വേർതിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്ന് വേർതിരിക്കുന്ന അതിരുകൾ ഏതൊക്കെയാണ്? ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും. പഠിച്ചു വെച്ചിരിക്കണേ. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയും രേഖാംശ വ്യാപ്തിയും ഉറപ്പായിട്ട് ചോദിക്കും. 8°4 നോർത്ത് മുതൽ 37°6 നോർത്ത് വരെ, 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ. 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ രേഖാംശീയ വ്യാപ്തി, രേഖാംശ വ്യാപ്തി. ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാന്ന് ചോദിച്ചാൽ 82.5 കിഴക്കാണ് കേട്ടോ. 82.5 കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശം. നല്ലൊരു ക്വസ്റ്റ്യൻ. ഉത്തരയാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? 8 സംസ്ഥാനങ്ങൾ ഉത്തരയാന രേഖ കടന്നു പോകുന്നുണ്ട്. എത്ര? 8 സംസ്ഥാനങ്ങളാണ് കടന്നു പോകുന്നത്. 23.5 വടക്കുന്നാണ് ഉത്തരയാന രേഖയ്ക്ക് പറയേണ്ടത്. ഏതൊക്കെ സ്റ്റേറ്റ് ആണ്? ഓർഡറിൽ ഇട്ടോട്. ഗുജറാത്തും രാജസ്ഥാനും, തൊട്ടടുത്ത് കിടക്കുന്ന ഗുജറാത്തും രാജസ്ഥാനും. പിന്നെ മധ്യപ്രദേശും അവയെ വിഭജിച്ച ഛത്തീസ്ഗഡ്, പിന്നെ ജാർഖണ്ഡും പശ്ചിമ ബംഗാളും ത്രിപുരയും മിസോറാമും. അപ്പൊ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇതാണ് ഉത്തരയാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. 8 സംസ്ഥാനങ്ങളാണ്. ഉറപ്പായിട്ട് കയറി വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. ഇനി ഇന്ത്യയുടെ മാനക രേഖാംശം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? മാനക രേഖാംശം എത്ര? മാനക രേഖാംശം 82.5 കിഴക്ക് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ: ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പിന്നെ ഛത്തീസ്ഗഡ്, പിന്നെ ഒഡീഷയുണ്ട്, ആന്ധ്രാപ്രദേശും മാനക രേഖാംശം കടന്നു പോകുന്നുണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ 2 അയൽ രാജ്യങ്ങൾ ഏതൊക്കെ? എവിടെയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ 2 ദ്വീപ് രാഷ്ട്രങ്ങൾ ശ്രീലങ്കയും മാലിദ്വീപുമാണ്. ഏതൊക്കെയാണ്? ശ്രീലങ്കയും മാലിദ്വീപും. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് എവിടെ? നീലഗിരിയിൽ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി. 1986 വന്നു. വലിയ റിസർവ്, ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാ? അത് ഗ്യാൻഫാരതി, ഗുജറാത്തിലെ ഗ്യാൻഫാരതി. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാ? ഗുജറാത്തിലെ ഗ്യാൻഫാരതി. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാ? നീലഗിരി. 1986. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നു. നീലഗിരി കുന്നുകളിലെ ആദിവാസി വിഭാഗത്തിന്റെ പേരെന്താ? നീലഗിരി കുന്നുകളിലെ ആദിവാസി വിഭാഗം തോടവർഗക്കാരാണ്. അപ്പൊ തോടവർഗക്കാർ കാണപ്പെടുന്നത് എവിടെയാണ്? നീലഗിരിയിലാണ് കാണപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള ആദിവാസി വിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് അത് പണിയാറാണ് അല്ലെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? പണിയാർ. ഇനി ചട്ടമ്പി സ്വാമികളുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ? ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. മറന്നുപോരുത്. പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷ പ്രദീപ ഖണ്ഡനം, വേദാധികാരം നിരൂപണം. സർവ്വവിദ്യാധിരാജൻ, കാഷായം ധരിക്കാത്ത സന്യാസി, ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാ? ചട്ടമ്പി സ്വാമി. കണ്ടോ? കാഷായം ധരിക്കാത്ത
സന്യാസി ഇദ്ദേഹമാണ്. പക്ഷെ കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. കാവി ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകനാരാ? വാഗ്ഭടാനന്ദ. അപ്പൊ ചട്ടമ്പി സ്വാമികൾ എവിടെയാ ജനിച്ചത്? തിരുവനന്തപുരം കൊല്ലൂരിലെ കണ്ണമ്മൂല അല്ലെ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ജനുവരി 25 അല്ലേ? ജനുവരി 25 ഏത് ദിനം? ജീവകാരുണ്യ ദിനം. അപ്പൊ ജനുവരി 25 ജീവകാരുണ്യ ദിനം ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം. 1853 ജനുവരി 25-നാണ് ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. ആരെ കുറിച്ച് പറഞ്ഞതാ? സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമിയെ കുറിച്ച് പറഞ്ഞതാ. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു, ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറഞ്ഞതാണ്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ സ്ഥാപകൻ ആരാണ്? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവും TK മാധവനാണ്. ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ സ്ഥാപകനും TK മാധവനാണ്. എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം? 1936 നവംബർ 12 അല്ലെ. നവംബർ 12 ആണ് ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പൊ പ്രക്ഷോഭത്തിന്റെ സ്ഥാപകനാരാ? TK മാധവൻ. 36-ലാണ് ക്ഷേത്രപ്രവേശന വിളംബരം. എന്നാ ക്ഷേത്രപ്രവേശനം 36 വേറൊന്നും ഉണ്ടല്ലോ. AKGയുടെ പട്ടിണി ജാഥ 36-ലല്ലേ? ആണ്. AKGയുടെ പട്ടിണി ജാഥ 36. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് അല്ലെ. മലബാറിലെ ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിനെ അറിയിക്കാൻ പോയതാണ്. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്കാണ് ഏത് പോയത്? പട്ടിണി ജാഥ പോയത്. യാചനായാത്ര പോയത് എങ്ങോട്ടാണ്? യാചനായാത്ര VT ഭട്ടതിരിപ്പാടല്ലേ യാചനായാത്ര നടത്തിയത്? 1931 അല്ലെ. യാചനായാത്ര ഏത് വർഷം? 31. VT ഭട്ടതിരിപ്പാട് നടത്തിയത് എങ്ങോട്ടാ? തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെ ഹരിജന ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടതാണ് യാചനയാത്ര. തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. 1931-ലാണ് യാചനയാത്ര. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര് കണ്ണീരും കിനാവും എന്നാണ് കേട്ടോ. ആത്മകഥയുടെ പേരെന്താണ്? കണ്ണീരും കിനാവും. പക്ഷെ അദ്ദേഹത്തിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് വിളിക്കുന്നത്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാടിന്റെ നമുക്കൊരു MB ഭട്ടതിരിപ്പാടില്ലേ? MB ഭട്ടതിരിപ്പാട് ഋതുമതി എന്ന നാടകം ആരുടെ എന്ന് ചോദിച്ചിട്ടില്ലേ? ഋതുമതി എന്ന നാടകക്കാരുടെ MB ഭട്ടതിരിപ്പാടിന്റെയാണ് ഋതുമതി എന്ന് പറയുന്ന നാടകം. പ്രേംജി എന്നാണ് മറ്റൊരു പേര്. പ്രേംജിക്ക് ദേശീയ അവാർഡ് കിട്ടിയ മലയാള സിനിമ ഏതാണെന്നറിയാമോ? ദേശീയ അവാർഡ് നേടിയ മലയാള സിനിമ പിറവി. ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് നേടിയ മലയാള സിനിമ പിറവിയാണ് കേട്ടോ. പ്രേംജിക്ക് മലയാള മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് പിറവിയിലൂടെയാണ്. മറന്നുപോരുത്, പിറവിയിലൂടെയാണ്. ഷാജി N കരുണാണ് പിറവി സിനിമയുടെ സംവിധായകൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന്റെ നേതാവാര? TK മാധവൻ. എന്നാ ക്ഷേത്രപ്രവേശന വിളംബരം? 1936. ചിത്തിര തിരുനാളിന്റെ കാലത്താണ് ചെയ്തത്. 36 പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ, വൈദ്യുത പ്രക്ഷോഭം 36-ലല്ലേ? ആണ്. വൈദ്യുത പ്രക്ഷോഭം 1936-ലാണ്. ഇക്കണ്ട വാര്യര് RK ഷൺമുഖം ഷെട്ടിക്കെതിരെ. ഇക്കണ്ട വാര്യരുടെ നേതൃത്വത്തിൽ RK ഷൺമുഖം ഷെട്ടിക്കെതിരെയാണ് ഏതാ വൈദ്യുത സമരം. 38-ലല്ലേ നമ്മുടെ അക്കമ്മ ചെറിയാന്റെ രാജധാനി മാർച്ച്? ആണ്. അക്കമ്മ ചെറിയാന്റെ രാജധാനി മാർച്ച് 36. കവടിയാർ കൊട്ടാരം, വെങ്ങാനൂർ കവടിയാർ കൊട്ടാരം ആ റൂട്ടായിരുന്നു രാജധാനി മാർച്ച്. അക്കമ്മ ചെറിയാനാണ് രാജധാനി മാർച്ച് നടത്തിയത്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി ആണ് അക്കമ്മ ചെറിയാൻ. കേരളത്തിന്റെ ഝാൻസി റാണി ആരാ? ആനി മസ്കറിൻ. അപ്പൊ കേരളത്തിന്റെ ഝാൻസി റാണി ആനി മസ്കറിൻ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിളിക്കുന്നത് ആരെയാ? അക്കമ്മ ചെറിയാനെയാണ്. ഓർത്തു വെച്ചിരിക്കണേ. 38-ൽ അക്കമ്മ ചെറിയാൻ നടത്തിയ ജാഥയാണ് ഏതാ? നമ്മുടെ രാജധാനി മാർച്ച്. 38-ലാ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിതമാകുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പട്ടം താണുപിള്ളയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമാകുന്നതും 38-ലാണ്. ഓർത്തു വെച്ചിരിക്കണേ. ഇനി 2 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത വനിത MV കുട്ടിമാളു അമ്മയാണ് അല്ലെ. MV കുട്ടിമാളു അമ്മ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മലബാർ മേഖലയിൽ പ്രശസ്ത വനിത MV കുട്ടിമാളു ആണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്ത് ജയിൽവാസം അനുഷ്ഠിച്ചതാണ് MV കുട്ടിമാളു അമ്മ. നിയമലംഘന പ്രസ്ഥാനം ഏതാണ്? നമ്മൾ 3 എണ്ണമാണ് ഗാന്ധിജിയുടെ ബഹുജന പ്രക്ഷോഭം എന്ന് വിളിക്കുന്നത്. ഗാന്ധിജിയുടെ 3 ബഹുജന പ്രക്ഷോഭങ്ങൾ പറഞ്ഞ്: 1920-ലെ നിസ്സഹകരണ പ്രസ്ഥാനം, 1930-ലെ നിയമലംഘന പ്രസ്ഥാനം, 1942-ലെ ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ഗാന്ധിജിയുടെ 3 സമരങ്ങൾ ഏതൊക്കെയാണ്? 1930 ബഹുജന കേട്ടോ, ബഹുജന സമരങ്ങൾ. 30-ല് ഏതായിരുന്നു? 20-ല് നിസ്സഹകരണ സമരം, 30-ല് നിയമലംഘന സമരം, മൂന്നാമത്തത് 42-ൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ വന്നത് എവിടെയാണെന്നറിയാമോ? കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ശാഖ വന്നത് കേട്ടോ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ വരുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിൽ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ശാഖ എവിടെ? പാലക്കാട്. ബ്രഹ്മസമാജത്തിന്റെ ശാഖ എവിടെയാ? കോഴിക്കോടാണ്. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? 1828-ൽ രാജാറാം മോഹൻ റോയ് അല്ലെ. 1828-ൽ
രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യ സംഘടന ഏതാണ്? രാജാറാം മോഹൻ റോയുടെ 1815 ആത്മീയ സഭ. ആത്മീയ സഭയാണ് ആദ്യ സംഘടന. അദ്ദേഹത്തിന്റെ ബംഗാളി ഭാഷയിലെ മാസിക സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും, അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ മിറാത്ത് ഉൾ അക്ബർ പേർഷ്യൻ ഭാഷയിലും അദ്ദേഹത്തിന്റെ കൃതിയാണ്. അപ്പം സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്ത് ഉൾ അക്ബർ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയിലെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. ഓക്കെ, ഓർമ്മ വേണേ. അപ്പൊ ബ്രഹ്മസമാജത്തിൽ കേരളത്തിന്റെ ശാഖ എവിടെയാ? കോഴിക്കോട്. തിയോസഫിക്കൽ സൊസൈറ്റിയിലെ കേരളത്തിലെ ശാഖ എവിടെയാണ്? അത് പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. ഓർത്തു വരണേ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രശസ്തമായ കായൽ സമ്മേളനം വിളിച്ചുകൂട്ടിയ നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പനാണ്. 1913 പണ്ഡിറ്റ് കറുപ്പൻ കായൽ സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് അല്ലെ. അരേ സമാജം പണ്ഡിറ്റ് കറുപ്പന്റെ 1907 അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അതുപോലെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കേരള ലിങ്കൺ എന്ന് വിളിക്കുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ഇദ്ദേഹം ജനിച്ചത് എവിടെ? പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. എറണാകുളം ജില്ലയിലെ ചേറായിൽ ജനിച്ചത് സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂര് ജനിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂര് ജനിച്ചത്. ഓർമ്മ വേണേ. അപ്പൊ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാനപ്പെട്ട സമ്മേളനം കായൽ സമ്മേളനമാണ്. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരൊക്കെ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ടയായ ജാതിക്കുമ്മി ഇദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ് കേട്ടോ. പിന്നെ ഉദ്യാന വിരുന്ന് അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ്. സ്വോത്രമന്ദാരം ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതികളാണ്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം സുഗതകുമാരിക്കാണ് കിട്ടിയത്. പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ആർക്കാണ്? സുഗതകുമാരി. സുഗതകുമാരിയുടെ വീട് എവിടെ? പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലെ വാഴുവേലിൽ തറവാട്. ആറന്മുള വാഴുവേലിൽ തറവാട് സുഗതകുമാരിക്ക. സുഗതകുമാരിയുടെ പ്രധാന കൃതികളല്ലേ രാത്രിമഴ, അമ്പലമണി, പാതിരാപ്പൂക്കൾ, മുത്തുച്ചിപ്പി, പാവം മാനവ ഹൃദയം, ഇതൊക്കെ സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് രാത്രിമഴയ്ക്കും, കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത് പാതിരാപ്പൂക്കൾക്കും, സുഗതകുമാരിക്ക് നമ്മുടെ വയലാർ അവാർഡ് കിട്ടുന്നത് അമ്പലമണിക്കുമാണ്. അപ്പൊ സുഗതകുമാരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് രാത്രിമഴ, കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാതിരാപ്പൂക്കൾ, സുഗതകുമാരിക്ക് നമ്മുടെ വയലാർ അവാർഡ് കിട്ടുന്നത് അമ്പലമണിക്കുമാണ്. മറന്നുപോരുത്, അമ്പലമണിക്കുമാണ്. വയലാർ അവാർഡ് പുരസ്കാരം ആദ്യമായി കൊടുക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ്. വയലാർ അവാർഡ് ആദ്യമായി ലഭിക്കുന്നത് ലളിതാംബിക അന്തർജനത്തിനാണ് വയലാർ. ഇപ്പൊ ശ്രീകുമാരൻ തമ്പി അല്ലെ, ജീവിതം ഒരു പെൻഡുലവുമായി ബന്ധപ്പെട്ട കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1937 അവസാന വരവിലാണ് ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് രണ്ടാമത്തെ വരവില 1925. അപ്പൊ ഗാന്ധിജി അയ്യങ്കാളിയും കണ്ടുമുട്ടിയത് അവസാന വരവിൽ, ഗാന്ധിജിയുടെ അവസാന വരവായ 37, മറ്റേത് 25. ഭാരത കേസരി എന്ന് വിളിക്കുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഈ ബഹുമതി കൊടുത്തത് കേട്ടോ. ഭാരത കേസരി എന്ന് വിളിക്കുന്നത് മന്നത്ത് പത്മനാഭൻ. ആരാ ഈ ബഹുമതി കൊടുത്തത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ മന്നത്ത് പത്മനാഭൻ അല്ലേ? ആണ്, മന്നത്ത് പത്മനാഭൻ. അത് സർദാർ KM പണിക്കർ അങ്ങനെ വിളിച്ചത്. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് സർദാർ KM പണിക്കരാണ് ആരെ വിളിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം അല്ലേ NSS സ്ഥാപിച്ചത്? 1914 ചങ്ങനാശ്ശേരിയിലെ പെരുന്ന അല്ലേ, പെരുന്ന. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അവിടെ തന്നെയാണ്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് NSS സ്ഥാപിച്ചത്. 1924 വൈക്കം സത്യാഗ്രഹത്തെ തുടർന്ന് സവർണജാഥ നയിച്ചു. 1959 വിമോചന സമരത്തെ തുടർന്ന് ജീവശിഖാജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 24 സവർണജാഥയും 29 ജീവശിഖാജാഥയും നയിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ തെറ്റരുത്, എന്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയുടെ? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ. പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ വാകത്താനം ലഹള, കൊഴുക്കൊഞ്ചിറ ലഹള, മുണ്ടക്കയം ലഹള, മംഗളം ലഹള, വെള്ളനാടി ലഹള, അടിലഹള കേട്ടോ. അടിലഹള നടത്തിയത് ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. മറ്റൊരു പേര് പറഞ്ഞ പൊയ്കയിൽ യോഹന്നാന്റെ കുമാരഗുരുദേവൻ. ഇദ്ദേഹം അല്ലയുടെ യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്. യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത്, ഒന്നാം ലോകമഹായുദ്ധത്തെ തുടർന്ന് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാന്റെ പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909 പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. ആരാണ്? പൊയ്കയിൽ യോഹന്നാൻ. അടിലഹള നടത്തിയത് ആരാണ്? അടിലഹള നടത്തിയത് പൊയ്കയിൽ യോഹന്നാനാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റിയത്. ഇനി സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ
സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി എത്രയാണ്? 1978 44-ാം ഭേദഗതി. 44-ാം ഭേദഗതി. പ്രസിഡന്റ് പ്രധാനമന്ത്രിയും പഠിച്ചു വയ്ക്കണേ. 78 44-ാം ഭേദഗതി. ആ സമയത്തെ പ്രസിഡന്റ് നീലം സഞ്ജീവ റെഡ്ഡി, പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അപ്പൊ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി എത്രയാണ്? 1978 44-ാം ഭേദഗതി. മൊറാർജി ദേശായിയാണ് പ്രസിഡന്റ്, നീലം സഞ്ജീവ് റെഡ്ഡി. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യനാ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? അത് 1976 42-ാം ഭേദഗതി. 76 ഭേദഗതി. പക്ഷെ മൗലിക കടമകൾ നിലവിൽ വന്നത് 1977 ജനുവരി 3-നാണ് കേട്ടോ. ജനുവരി 3. 51A അല്ലയുടെ മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 51A ആണ്, മറന്നു പോകരുത്. ആ സമയത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രസിഡന്റ് പ്രസ്താവിച്ച മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദും പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. മൗലിക കടമകൾ ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തത്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തത് അല്ലെ. ഭരണഘടനയുടെ 4A കേട്ടോ. 4 നിർദ്ദേശക തത്വമാണ്. 4A മൗലിക കടമകൾ വരുന്നത്. മറന്നുപോരുത്, അത് നല്ലൊരു ക്വസ്റ്റ്യൻ. 51A ആണ് മൗലിക കടമകൾ എന്ന് പറയുന്ന ആർട്ടിക്കിള്. പിന്നെ ICDS പദ്ധതി നിലവിൽ വന്നത് എന്നാണ്? ICDS പദ്ധതി 1975 ഒക്ടോബർ 2-നാണ്. 75 ഒക്ടോബർ 2-ന് 5-ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ് ICDS പദ്ധതി വരുന്നത്. അപ്പൊ ICDS പദ്ധതി വന്നത് എന്നാണ്? 1975 ഒക്ടോബർ 2-ന് 5-ാം പഞ്ചവത്സര പദ്ധതി. സംയോജിത ശിശു വികസന സേവനം എന്ന് മലയാളത്തിൽ ചോദിക്കാമേ നിങ്ങളുടെ അടുത്ത് കേട്ടോ. സംയോജിത 5 ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്താണ് ഇത് കൊണ്ടുവരുന്നത്. 1975 ഇന്ത്യയുടെ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതും 1975-ലാണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഏത് വർഷം? 1975-ലാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഈ 5-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എന്തൊക്കെ? ഗരീബി കടാവോ, ദാരിദ്ര്യം തുടച്ചു മാറ്റൂ, ജോലിക്ക് കൂലി ഭക്ഷണം, വൈദ്യുത വിതരണ നിയമം, ICDS പദ്ധതി, ഇതൊക്കെ ജോലിക്ക് കൂലി ഭക്ഷണം, ഗരീബി കടാവോ ഒക്കെ 5-ാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്താണ്. ICDS വന്നത് 75 ഒക്ടോബർ 2-നാണ്. തെറ്റിപ്പോരുത്. അപ്പം ആര്യഭട്ട വിക്ഷേപിച്ചത് 75-ലാണ്. നമ്മുടെ ആര്യഭട്ട പോയത് 75-ല്, ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 75-ല്, ICDS പദ്ധതി 75-ല്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വന്നത് 75-ലാണ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇല്ലേ, അതും 75-ലാണ്. കുടുംബശ്രീ പദ്ധതി വന്നത് എന്നാണ്? 98 മെയ് 17. 1998 മെയ് 17-ന് കുടുംബശ്രീ 9-ാം പഞ്ചവത്സര പദ്ധതിയിലാണ് കുടുംബശ്രീ. ഡേറ്റ് തെറ്റിപ്പോരുത്, മെയ് 17. ഇപ്പം കുടുംബശ്രീ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് കേട്ടോ. കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17-ആണ്. 9-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ജനകീയ പദ്ധതി എന്ന് വിളിക്കുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതി അല്ലെ. ജനകീയ പദ്ധതി, സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ, വികേന്ദ്രീകൃത ആസൂത്രണം, ഇങ്ങനെയുള്ള അയൽക്കൂട്ടം പോലുള്ള വികേന്ദ്രീകൃത ആസൂത്രണം, ഇതെല്ലാം വരുന്നത് 9-ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ കുടുംബശ്രീ ഡേറ്റ് ഏറ്റത് 1998 മലപ്പുറം ജില്ലയിലെ AV വാജ്പേയിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ. കുടുംബശ്രീ ആദ്യമായി പ്രവർത്തനം തുടങ്ങുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ഉദ്ഘാടനമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് കേട്ടോ. തൊഴിലുറപ്പ് പദ്ധതി ആദ്യം വരുന്നത് എവിടെയാ? തൊഴിലുറപ്പ് പദ്ധതി അത് വരുന്നത് വയനാടും പാലക്കാടുമാണ്. ആദ്യമായിട്ട് വരുന്നത് വയനാടും പാലക്കാടുമാണ്. അടുത്ത ഓക്കെ. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് വിളിക്കുന്ന ആരാന്നറിയാമോ? പട്ടാഭി സീതാരാമയ്യ. കോട്ടക്കൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യാണ്. അതുപോലെ നല്ലൊരു ക്വസ്റ്റ്യൻ പട്ടാഭി സീതാരാമയ്ക്കാണ്. നല്ലൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യാനന്തരം INC-യുടെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് വെച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യാനന്തരം INC-യുടെ ആദ്യ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC-യുടെ പ്രസിഡന്റ് JB കൃപലാനി, മീററ്റ് സെക്ഷൻ കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ INC-യുടെ പ്രസിഡന്റ് ആരാ? JB കൃപലാനി, മീററ്റ് സെക്ഷൻ ആണ്. സ്വാതന്ത്ര്യാനന്തരം പട്ടാഭി സീതാരാമയ്യ, ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ. പിന്നെ നല്ലൊരു ചോദ്യം, ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് ആരാ? ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക്. പക്ഷേ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് 39. INA രൂപീകരിച്ചത് ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. INA-യിൽ ചേർന്ന 2 മലയാളികളുടെ പേര് പറഞ്ഞേടെ. INA-യിൽ ചേർന്ന 2 മലയാളികൾ വക്കം അബ്ദുൾ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയും. വക്കം അബ്ദുൾ ഖാദറും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് INA-യിൽ ചേർന്നത്. ഓക്കെ. ഈ ഞാനൊരു സയൻസ് ചോദിച്ചോട്ടെ കേട്ടെ. സയൻസ്, അതായത് ഒരു ഐസ് നിങ്ങൾ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ്? ഐസ് ജലത്തിൽ ഇടുമ്പോൾ പൊങ്ങിക്കിടക്കും. അല്ലെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, ഒരു വെള്ളത്തിൽ നിങ്ങൾ ഇച്ചിരി പെട്രോളോ മണ്ണെണ്ണ ഉപയോഗിക്കുന്നു, അത് മുകളിൽ പരന്ന് കിടക്കുന്നതിന് കാരണം എന്താണ്? ഐസിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. ഐസ്, മണ്ണെണ്ണ, പെട്രോൾ ഇതിനൊക്കെ ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ്. മറന്നുപോരുത്, കുറവാണ്. ഒരു ബീക്കറിലുണ്ടല്ലോ, നിങ്ങൾ ഒരു ബക്കറ്റിലേക്ക് ഒരു ജലത്തിൽ കുറച്ച് ഐസ് കഷ്ണങ്ങൾ എടുത്തിടുന്നു. അത് ഉരുകുമ്പം ബീക്കറിൽ ജലം കൂടുവോ കുറയുവോ? ഇതാണ് ചോദ്യം. ഒരു ബീക്കറിൽ നിങ്ങൾ ബീക്കറിലെ ജലത്തിലേക്ക് കുറച്ച് ഐസ് കഷ്ണങ്ങൾ ഇടുന്നു. ആ ഐസ് ഉരുകിയാൽ ബീക്കറിൽ ജലത്തിന്റെ അളവ് കുറയുവോ കൂടുവോ? ഇല്ല, മാറ്റമില്ലാതെ തുടരും. കണ്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? മാറ്റമില്ലാതെ തുടരും. ഒരു ജലത്തിന്റെ പരമാവധി സാന്ദ്രത എത്ര ഡിഗ്രിയാണെന്നറിയാമോ? പരമാവധി ജലത്തിന്റെ സാന്ദ്രത, ഏറ്റവും കൂടിയ സാന്ദ്രത 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ ഏറ്റവും കൂടിയ സാന്ദ്രത എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിങ്ങൾക്ക് 0 ഡിഗ്രി മനസ്സിൽ വന്നെങ്കിൽ ജലത്തിന്റെ ഏറ്റവും കുറഞ്ഞ വ്യാപ്തം എത്രയാണെന്ന് ചോദിക്കും. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം എത്രയാണെന്ന് ചോദിച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസേ പറയും. പിന്നെ നിങ്ങളോട് പറയാ, ഒരു നദീജലത്തിൽ നിന്ന് കടൽ ജലത്തിലേക്ക് ഒരു കപ്പൽ പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം പൊങ്ങുന്നു എന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ നദീജലത്തേക്കാൾ എളുപ്പമാണ് കടൽ ജലത്തിൽ നീന്താൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള കാരണത്തിന് എന്താ പറഞ്ഞാൽ, നദീജലത്തേക്കാൾ സമുദ്രജലത്തിന് സാന്ദ്രത കുറവല്ല, അവിടെ കൂടുതൽ. ഐസിനും മണ്ണെണ്ണയ്ക്കും പെട്രോളിനും കുറവ്, പക്ഷെ നദീജലത്തിന് കടൽ ജലത്തേക്കാൾ എന്താണ്? അല്ലെങ്കിൽ തിരിച്ചങ്ങ് പഠിച്ചാൽ മതി, കടൽ ജലത്തിന് സാന്ദ്രത കൂടുതൽ. കടൽ ജലത്തിന് സാന്ദ്രത കൂടുതലാണ്. ഓർത്തു വെച്ചിരിക്കണേ. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? പാലിന്റെ ലാക്ടോമീറ്റർ. പാലിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്നത് ലാക്ടോമീറ്റർ. പിന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇരുമ്പാണി ജലത്തിലേക്ക് നിങ്ങൾ ഒന്ന് ഇട്ടു നോക്കെ, താന്നു പോകുന്നു. പക്ഷെ നിങ്ങൾ ഒരു മെർക്കുറിയിൽ അത് ഇട്ട് കൊടുത്ത് പൊങ്ങിക്കിടക്കുകയും ചെയ്യൂ. ഇരുമ്പാണി ജലത്തിലിട്ടാൽ താന്നു പോകുന്നു, പക്ഷെ അതൊരു മെർക്കുറിയിൽ ഇട്ട് കൊടുത്താൽ അത് പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഇരുമ്പിന്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവാ, പക്ഷെ ജലത്തേക്കാൾ കൂടുതലുവാ. ഇത് ഓർത്ത് നോക്കുക, ഇരുമ്പിന്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവും ജലത്തേക്കാൾ കൂടുതലുമാണ്. ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഈ മണ്ണുമാന്തി യന്ത്രം, ഡെന്റിസ്റ്റിന്റെ ചെയർ, ഫ്ലഷ് ടാങ്കിന്റെ പ്രവർത്തന തത്വം, അതുപോലെ ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഇതൊക്കെ ഏത് പ്രവർത്തന തത്വമാണ്? അത് പാസ്കൽ നിയമമാണ്. ഫ്ലഷ് ടാങ്കിന്റെ ഒക്കെ പ്രവർത്തന തത്വം ഏതാണ്? പാസ്കൽ നിയമം. നിങ്ങൾ ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് കുമിള ഉയരുമ്പോൾ മുകളിൽ എത്തുമ്പോൾ അത് വലുതായിട്ട് വരുന്നു. കാരണം എന്താ? അത് കാരണം ബോയിൽ നിയമമാണ് കേട്ടോ. താപനില സ്ഥിരമായിരിക്കുമ്പോൾ വ്യാപ്തവും മർദ്ദവും നേരെ വിപരീത അനുപാതത്തിൽ വരുന്നതാണ് ബോയിൽ നിയമം എന്ന് പറയുന്നത്. അത് ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിലെ കുമിളകൾ മുകളിലേക്ക് വരുമ്പോൾ പൊങ്ങി വരുന്നതിന് കാരണം എന്താണ്? ബോയിൽ നിയമം. അതുപോലെ നിങ്ങൾക്ക് ചാൾസ് നിയമം ഉണ്ട്. എന്താണെന്നറിയാമോ ചാൾസ് നിയമം? ഒരു വെയിലത്ത് വെച്ച ബലൂൺ പൊട്ടിപ്പോകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചിട്ടില്ലേ? ഒരു വെയിലത്ത് വെച്ചിരിക്കുന്ന ബലൂണ് പൊട്ടിപ്പോകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താണ്? ചാൾസ് നിയമമാണ് പറയേണ്ടത്. അതൊന്ന് ഓർക്കണേ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് നമ്മൾ ഐസക് ന്യൂട്ടൻ ആണ്. പക്ഷെ ആദ്യമായിട്ട് വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെ കുറിച്ചും ഒക്കെ ആദ്യമായിട്ട് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ ഗലീലിയാണ്. പക്ഷെ ചലന നിയമങ്ങൾ ആരാ? നമ്മുടെ ഐസക് ന്യൂട്ടൻ ഏതൊക്കെ പറയാം? ഭൂഗുരുത്വാകർഷണ നിയമം, ചലന നിയമം, പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം, അതുപോലെ പിന്നെ ഒരെണ്ണം ഉണ്ടല്ലോ പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം, പ്രകാശത്തിന് 7 ഘടകവർണ്ണങ്ങളായി വേർതിരിച്ചത് അല്ലെ? ആരാ? ഐസക് ന്യൂട്ടൻ. സർപ്പദവി നേടിയ ആദ്യ ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ അല്ലേ? സർപ്പദവി നേടിയ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാലും ഐസക് ന്യൂട്ടൻ അല്ലേ? ഫിലോസഫിയ നാച്ചുറാലിസ് എന്നും പറഞ്ഞ ഒരു കൃതി അങ്ങ് അദ്ദേഹം ഉണ്ട് അല്ലേ? നാച്ചുറാലിസ് ഫിലോസഫി, ആ ഒരു മറന്നുപോയി, ആ ഒരു പ്രശസ്ത കൃതി അദ്ദേഹത്തിന്റെ ആയിരുന്നു. നമ്മുടെ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിലെ സ്കൂൾ ടെസ്റ്റ് കിടപ്പുണ്ടെന്ന് തോന്നുന്നു, നോക്കി വെച്ചിരിക്കണേ. പിന്നെ 3ാം ചലന നിയമവും 1, 2, 3 ചലന നിയമം, ഈ ജഡത്വം, ബലം എന്നിവയൊക്കെ 1ാം ചലന നിയമമാണ് കേട്ടോ. ജഡത്വം, ബലം ഒക്കെ എന്താ? 1ാം ചലന നിയമം. ഈ റോക്കറ്റിന്റെ പ്രവർത്തന തത്വം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കരയിൽ നിന്നും ഒരു വള്ളത്തിലേക്ക് കയറുമ്പോൾ വള്ളം ജസ്റ്റ് തെന്നി മാറുന്നില്ലേ? അതൊക്കെ 3ാം ചലന നിയമമാണ്. റോക്കറ്റിന്റെ പ്രവർത്തന തത്വവും കരയിൽ നിന്നും വള്ളത്തിലേക്ക് പോകുമ്പോൾ വള്ളം തെന്നി മാറുന്നതിന് കാരണം ഏതാണ്? 3ാം ചലന നിയമമാണ്. ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അത് പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഈ പെൻഡുലം ക്ലോക്കിന്റെ ചലനം ഏതാണ്? പെൻഡുലം ക്ലോക്കിന്റെ ചലനം ദോലനമാണ്. ഒരു ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ഏതാണ്? ദോലനമാണ്. നമുക്ക് ജഡത്വം 2 എണ്ണം ഉണ്ട്. ചലന ജഡത്വവും നിശ്ചല ജഡത്വവും നിങ്ങൾക്ക് ചോദിക്കാം. ചലന ജഡത്തിന് 2-3 ഉദാഹരണങ്ങൾ പറയട്ടെ. സ്വിച്ച് ഓഫ് ചെയ്ത ഒരു ഫാൻ കുറച്ചു നേരം കറങ്ങി നിൽക്കുന്നു, അത് ചലന ജഡത്വം. ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ കുറച്ച് ദൂരേന്നേ ഓടി വരുന്നു, ഏത്
ജഡത്വമാണ്, അത് രണ്ടും ചലന ജഡത്വം. അപ്പൊ നിശ്ചല ജഡത്വത്തിന് ഉദാഹരണങ്ങൾ എന്ത് പറയാം? നമ്മൾ അടുക്കി വെച്ചിട്ട് ഒരു ക്യാരംസിലെ നടുക്ക് വെച്ചിട്ട് ഏറ്റവും അടിയിലത്തെ മാത്രം തെറിപ്പിച്ചിട്ട് ബാക്കി കറക്റ്റ് അവിടെ നിൽക്കുന്നില്ലേ, അത് നിശ്ചല ജഡത്വം. പിന്നെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് എടുക്കുന്നു, അപ്പൊ നമ്മൾ യാത്രക്കാര് ബാക്കിലോട്ട് പോകുന്നു, അതും ഏതാണ്? അത് നിശ്ചല ജഡത്വം. അതുപോലെ മാവിന്റെ കൊമ്പ് കുലുക്കുമ്പോ പെട്ടെന്ന് മാങ്ങ ഞെട്ടറ്റ് വീഴുന്നു, അതും ഏതാണ്? നിശ്ചല ജഡത്വമാണ്. അപ്പൊ പെൻഡുലം ക്ലോക്കിന്റെ പെൻഡുലം ക്ലോക്കിന്റെ ചലനം ഏത് ചലനം? ദോലനം. പിന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ ചരിച്ച് വിക്ഷേപിക്കുന്ന വസ്തുക്കളെ അല്ലേ പ്രൊജക്ടൈലുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, ഇതൊക്കെ പ്രൊജക്ടൈല. അതായത് ഒരു പ്രൊജക്ടൈൽ ഏറ്റവും കൂടിയ റേഞ്ച് 45 ഡിഗ്രിയിൽ എറിയണമെന്നാണ്. 45 ഡിഗ്രി കോണളവിൽ എറിയുമ്പോഴാണ് ഒരു പ്രൊജക്ടൈലിന്റെ പാത എപ്പോഴും പരാബോളയായിരിക്കും. ഇതിന്റെ പാത എപ്പോഴും ഏതായിരിക്കും? ഇവിടെ പരാബോള. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാ? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലമാണ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാ? ന്യൂക്ലിയർ ഫോഴ്സ്. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായ ബലം ഏതാണ്? ന്യൂക്ലിയർ ഫോഴ്സ് ആണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ. പിന്നെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. അഡ്ഹിഷൻ വ്യത്യസ്ത ഇനം വരുന്നത് അഡ്ഹിഷൻ എന്ന് നമ്മൾ പറയും. അതൊന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഭൂഗുരുത്വാകർഷണ ബലം ആരുടെയാണ്? ഐസക് ന്യൂട്ടൻ. നിങ്ങളോട് സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തന തത്വം എന്താ? സ്പ്രിംഗ് ബാലൻസ് ഹൂക്സ് നിയമം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്വം എന്താണ്? ഹൂക്സ് നിയമമാണ് സ്പ്രിംഗ് ബാലൻസ്. നിങ്ങൾ നിർബാധം മുകളിൽ നിന്ന് താഴേക്ക് ഒരു വസ്തു എറിയുന്നു, താഴേക്ക് ഒരു വസ്തു വരുന്നു, അപ്പൊ വസ്തുക്കളുടെ ഭാരം 0 ആയിരിക്കും. നിർബാധം താഴേക്ക് വരുന്ന ഒരു വസ്തുവിന്റെ ഭാരം എപ്പോഴും എത്ര ആയിരിക്കും? ഇവിടെ 0 ആയിരിക്കും വസ്തുവിന്റെ ഭാരം. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? ഒരു കുതിരശക്തി 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് വിളിക്കുന്നത്. 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് വിളിക്കുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. ഈ മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ ആകാൻ കാരണം എന്താ? പ്രതലബലം. മഴത്തുള്ളികൾ ഗോളാകൃതിയിലാകുന്നതിന് കാരണം എന്താണ്? പ്രതലബലം. അതുപോലെ വിളക്കിലെ തിരി എണ്ണ വലിച്ചെടുക്കുന്ന തത്വം ഏതാ? കേശികത്വം. മണ്ണിൽ നിന്നും വേര് ജലം വലിച്ചെടുക്കുന്ന തത്വം കേശികത്വമാണ്. വിളക്കിലെ തിരി എണ്ണ വലിച്ചെടുക്കുന്നത് കേശികത്വമാണ്. ബോർഡിൽ മഷി ആഗിരണം ചെയ്യുന്നതും കേശികത്വമാണ്. ഈ ചെറു പ്രാണികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നില്ലേ, ചെറു പ്രാണികളൊക്കെ, അത് പ്രതലബലമാണ് കേട്ടോ. അപ്പൊ മഴത്തുള്ളികൾ ഗോളാകൃതിയിലാകാനും ചെറു പ്രാണികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിനും കാരണം ഏതാണ്? അത് പ്രതലബലമാണ് നമ്മൾ പറയേണ്ടത്. പിന്നെ ഒരു കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താ പറയുന്നത്? ഒരു കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പ്ലവക്ഷമ ബലം. ഏത് ബലമായിരുന്നത്? പ്ലവക്ഷമ ബലമാണ് ഒരു കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇലാസ്തികതയുള്ള പദാർത്ഥം സ്റ്റീലാണ്, മറന്നുപോരുത്. ഏറ്റവും കൂടുതൽ ഇലാസ്തികതയുള്ള പദാർത്ഥം ഏതാണ്? സ്റ്റീൽ. ഉത്തോലക നിയമങ്ങൾ ആരുടെയാണ്? ഉത്തോലക നിയമങ്ങൾ ആർക്കമഡീസിന്റെയാണ് ഉത്തോലക നിയമം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ പറഞ്ഞേ. കപ്പി, കത്രിക, ത്രാസ് അല്ലെ. കപ്പി, കത്രിക, ത്രാസ് ഒക്കെ ഒന്നാം വർഗമാണ്. പാക്കുവെട്ടി, നാരങ്ങ ഞെക്കി, ബീൽവാരോ, ഇതൊക്കെ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. പിന്നെ ചവണ, ചൂണ്ട, ഐസ്റ്റോങ്സ് ഒക്കെ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളോം. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താ? ഓം. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് കൂളോം. വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത പ്രതിരോധത്തിന്റെ യൂണിറ്റ് ഓം. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്താ? ആംബിയർ. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ് അല്ലെ. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാ? വെള്ളിയാണ് ഏറ്റവും നല്ല ചാലകം. വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതാ? ചെമ്പ് കമ്പികളാണ് വീടുകളിൽ. ഇലക്ട്രിക് പോസ്റ്റുകളിൽ ഏതാ? അത് അലൂമിനിയം കമ്പിയാണ്. ഇലക്ട്രിക് പോസ്റ്റിൽ ഏതാണ്? അലൂമിനിയം കമ്പിയാണ്. നമ്മുടെ ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി എത്ര വോൾട്ടാണ്? ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി 230 വോൾട്ടാണ് ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി. ഈ പവർ സ്റ്റേഷനുകളിലൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് 11 kV ആണ്. പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണ്? 11 kV ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ആംബിയർ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാ? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏതാണ്? നൈട്രജൻ ആണ്. ജലത്തെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് വിളിക്കുന്നത് ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനമെന്നും ഹരിത ഇന്ധനമെന്നും ഇരട്ടത്തലയുള്ള മൂലകം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനം, ഹരിത ഇന്ധനം, ഇരട്ടത്തലയുള്ള മൂലകം എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാ? ഹൈഡ്രജനെയാണ്. ഏറ്റവും
സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയമാണ് കേട്ടോ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് ലിഥിയം അല്ലേ? ആണ്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതും ലിഥിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകം ചോദിച്ചാൽ ഓസ്മിയം പറയണം. ഏറ്റവും സാന്ദ്രത കൂടിയ മൂലകം ഏതാണ്? ഓസ്മിയം. നമ്മുടെ DNA, RNA ഇതൊക്കെ കാണപ്പെടുന്ന മൂലകം ഫോസ്ഫറസ് ആണ്. DNA-യിലും RNA-യിലും കാണപ്പെടുന്ന മൂലകം ഏതാ? ഫോസ്ഫറസ്. അതായത് നമുക്ക് ചുവന്ന ഫോസ്ഫറസും വെളുത്ത ഫോസ്ഫറസും ഉണ്ട്. ഈ തീപ്പെട്ടിയുടെ വശങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചുവന്ന ഫോസ്ഫറസ്. തീപ്പെട്ടിയുടെ വശങ്ങളിൽ ചുവന്ന ഫോസ്ഫറസ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ളതാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്തുള്ളിയുടെ ഗന്ധമുള്ളത് ഏതാ? വെളുത്ത ഫോസ്ഫറസ്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ള മൂലകം ഏതാ? ടിന്ന്. ഏറ്റവും കൂടുതൽ ഐസോടോപ്പ് ഉള്ള മൂലകം ഏതാണ്? ടിന്ന്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കുന്ന പ്രക്രിയ ട്രാൻസ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ബൾബുകളിൽ നിറയ്ക്കുന്നത് ആർഗൺ അല്ലേ? ബൾബുകളിൽ നിറയ്ക്കാൻ ഉപയോഗിക്കുന്നത് ആർഗൺ ആണ്. പക്ഷെ ബൾബിലെ ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ടങ്സ്റ്റൻ ആണ്. ഫിലമെന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്? ടങ്സ്റ്റൻ ആണ്. ആവർത്തന പട്ടികയിൽ എത്ര മൂലകങ്ങൾ ഉണ്ട്? 118 മൂലകങ്ങളാണ് അല്ലെ. കുത്തനെ കാണുന്നത് ഏതാ? കുത്തനെ കാണുന്നത് ഗ്രൂപ്പുകളും നേരെ സമാന്തരമായി പോകുന്നത് പീരീഡുകളുമാണ്. സമാന്തരമായി പോകുന്നത് ഏതാണ്? പീരീഡുകളുമാണ് പറയേണ്ടത്. ആവർത്തന പട്ടികയിൽ ആകെ 7 പീരീഡ് ഉണ്ട്, 18 ഗ്രൂപ്പുകളുണ്ട്. 7 പീരീഡ് ഉണ്ട്, 18 ഗ്രൂപ്പുകളുണ്ട് അല്ലെ. അതില് ഏറ്റവും ചെറിയ പീരീഡ് 1-ാം പീരീഡും ഏറ്റവും വലിയ പീരീഡ് 6-ാം പീരീഡും ഉണ്ട്. ചെറിയ പീരീഡ് 1-ാം പീരീഡും വലിയ പീരീഡ് ഏതാണ്? 6-ാം പീരീഡുമാണ് നമ്മൾ പറയേണ്ടത്. ഇനി ശ്രദ്ധിക്കണേ, ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പില് മുകളിൽ നിന്നും താഴേക്ക് എഴുതുന്തോറും ആറ്റത്തിന്റെ വലിപ്പം ക്രമമായി കൂടണം. ക്രമമായി ഗ്രൂപ്പ് മുകളിൽ നിന്ന് താഴേക്ക് വന്നാൽ വലിപ്പം ക്രമമായി കൂടണം അല്ലെ. പക്ഷെ ഇടത്തു നിന്ന് വലത്തോട്ട് പോയാൽ ക്രമമായി കുറയുന്നു. ഇടത്തു നിന്ന് വലത്തോട്ട് പോയാൽ ക്രമമായി കുറയുന്നു എന്ന് പറയും. സംക്രമണ മൂലകങ്ങൾ എത്ര മുതൽ എത്ര വരെയാണ്? സംക്രമണ മൂലകങ്ങൾ 3 മുതൽ 12 വരെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 മുതൽ 12 വരെയുള്ള മൂലകങ്ങളെ എന്ത് വിളിക്കാം? സംക്രമണ മൂലകങ്ങൾ. 18-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അലസവാതകങ്ങൾ അഥവാ സീറോ ഗ്രൂപ്പ്. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ എന്ന് വിളിക്കുന്നത്. ഹാലജനുകൾ 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് ഹാലജനുകൾ എന്ന് വിളിക്കുന്നത്. 13 ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ. 16 ഏതായിരുന്നത്? ഓക്സിജൻ ആണ്. അതൊന്ന്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പും, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യവും, ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്നത് സിങ്കും ആണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോകം ഇരുമ്പ്, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പ്, ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നത് മഗ്നീഷ്യം, ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണ്. ഇൻസുലിൻ അടങ്ങിയിരിക്കുന്നത്. ആവർത്തന പട്ടികയിൽ അവസാനത്തെ സ്വാഭാവിക മൂലകം യുറേനിയം ആണ് കേട്ടോ. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യവും, രണ്ടാമത്തെ കൃത്രിമ മൂലകം പ്രൊമിത്യവുമാണ്. രണ്ടാമത്തെ കൃത്രിമ മൂലകം ഏതാ? പ്രൊമിത്യം. സൗരസെല്ലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സിലിക്കൺ ആണ്. IC ചിപ്പുകൾ നിർമ്മിക്കാൻ സിലിക്കൺ ആണ്. സൗരസെല്ലിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? സിലിക്കൺ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം ഏതാണ്? ജീവൻ അടിസ്ഥാനമായ മൂലകം കാർബൺ ആണ്. ഭൂമിയിൽ ജീവൻ അടിസ്ഥാനമായ മൂലകം ഏതാ? കാർബൺ. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്നത് ഏതാ? ടെല്ലൂറിയം. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ടെല്ലൂറിയം. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്നത് സെലീനിയം. ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? സെലീനിയം ആണ് ചന്ദ്രന്റെ പേരിൽ അറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പഞ്ചലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാ? പഞ്ചലോകത്തിൽ ഏറ്റവും കൂടുതൽ അത് ചെമ്പാണ്. പഞ്ചലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏതാ? ചെമ്പ്. ലോഹങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് ആരാ? ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണമാണ്. ലോഹങ്ങളുടെ രാജാവ് ഏതാണ്? സ്വർണം. രാസവസ്തുക്കളുടെ രാജാവ് ആരാ? അത് സൾഫ്യൂരിക് ആസിഡ്. രോഗങ്ങളുടെ രാജാവ് ആരാ? ക്ഷയമാ. രോഗങ്ങളുടെ രാജാവ് ക്ഷയം, ലോഹങ്ങളുടെ രാജാവ് സ്വർണം. പ്രകൃതിയിൽ കാണുന്ന പരിശുദ്ധമായ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്ന സ്വർണ്ണമാണ്. പ്രകൃതിയിൽ സ്വതന്ത്ര രൂപത്തിൽ കാണപ്പെടുന്നത് ഏതാണ്? സ്വർണ്ണമാണ്. മറന്നു വരുന്നത്. സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ 79 ആണ്. സ്വർണത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 79. പ്രതീകം AU അല്ലെ. പ്രതീകം ഏതാ? AU. വെള്ളിയുടെ പ്രതീകം ഏതാ? AG ആണ് വെള്ളി. മെർക്കുറിയുടെ പ്രതീകം എന്താ? HG. മെർക്കുറിയുടെ പ്രതീകം HG. ടങ്സ്റ്റന്റെ പ്രതീകം എന്താ? W. ടങ്സ്റ്റന്റെ പ്രതീകം എന്താണ്? W ആണ് അല്ലെ. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോഹം ചെമ്പാണ്. പക്ഷെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പാണ്. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ചത് ചെമ്പ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ഏതാണ്? എക്സ്റേ കടന്നു പോകാത്തത് ലെഡ് ആണ്. എക്സ്റേ കടന്നു പോകാത്തത് വാഹന പുകയിൽ അടങ്ങിയിരിക്കുന്ന, നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? വാഹന പുകയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ലെഡ് ആണ്. എക്സ്റേ കടന്നു പോകാത്ത ലോഹം ഏതാണ്? ലെഡ് ആണ്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? മഗ്നീഷ്യം ആണ് അല്ലെ. നമ്മള് മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണത്തിനാന്ന് പഠിച്ചു അല്ലെ. അടിച്ചു പരത്താവുന്നത് സ്വർണത്തിനാണ്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാ? ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ പ്ലാറ്റിനത്തിനാണ്. മാലിബിലിറ്റി ഏറ്റവും കൂടുതൽ സ്വർണം
സ്വർണം. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ഏതാണ്? പ്ലാറ്റിനത്തിനാണ് അല്ലെ. ലിറ്റിൽ സിൽവർ ആണ് പ്ലാറ്റിനം, ലിറ്റിൽ സിൽവർ. ക്വിക്ക് സിൽവർ ഏതാണ്? ക്വിക്ക് സിൽവർ മെർക്കുറി. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം ആണെങ്കിൽ ക്വിക്ക് സിൽവർ ഏതാണ്? ക്വിക്ക് സിൽവർ മെർക്കുറി ആണ് നമ്മൾ പറയേണ്ടത്. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോകം ഏതാണ്? ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോകം ഏതാ? ലിഥിയം. ഭാവിയുടെ ലോകം ഏതാ? ഭാവിയുടെ ലോകം ടൈറ്റാനിയം. നേരത്തെ ഭാവിയുടെ ഇന്ധന ഹൈഡ്രജൻ എന്ന് പഠിച്ചു. ഭാവിയുടെ ഇന്ധന ഹൈഡ്രജൻ. ഭാവിയുടെ ലോകം ഏതാണ്? ടൈറ്റാനിയം ആണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഫൗണ്ടർ പെന്നിന്റെ ഒക്കെ നിബ് ഉണ്ടല്ലോ, ഫൗണ്ടർ പെന്നയുടെ നിബ്, ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഓസ്മിയ ഉപയോഗിച്ചാണ് കേട്ടോ. ഓസ്മിയ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദ്രവണാങ്കം ഏറ്റവും കൂടുതൽ ടങ്സ്റ്റനും, ദ്രവണാങ്കം ഏറ്റവും കുറവ് മെർക്കുറിക്കുമാണ്. ദ്രവണാങ്കം ഏറ്റവും കൂടുതൽ ടങ്സ്റ്റനും, ദ്രവണാങ്കം ഏറ്റവും കുറവ് അതൊക്കെ മെർക്കുറിക്കാണ് നമ്മൾ പറയേണ്ടത്. ചന്ദ്രനിൽ കൂടുതൽ ഉള്ളതാ ഏത് ലോകമാണെന്ന് അറിയാമോ? ചന്ദ്രനിൽ ടൈറ്റാനിയം. സൂര്യനിൽ ഏറ്റവും കൂടുതൽ ഏതാ? ഹൈഡ്രജൻ. ചന്ദ്രനിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ടൈറ്റാനിയം. ഓർത്തു വെച്ചിരിക്കണേ. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ അൽനിക്കോയാണ് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. വിമാനത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോകസങ്കരം ഏതാ? വിമാനത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡുറാലുമിൻ അല്ലെ, ഡുറാലുമിൻ. ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏതാ? ബ്രിട്ടാനിയം. ഓസ്കാർ ശില്പങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? ബ്രിട്ടാനിയമാണ്. നമ്മുടെ പല്ലിന്റെ ഒക്കെ പോടടക്കാൻ ഉപയോഗിക്കുന്ന സംയുക്തം മെർക്കുറി അമാൽഗം എന്നാണ് പഠിക്കുന്നത് കേട്ടോ. പല്ലിന്റെ ഒക്കെ പോടടയ്ക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരം മെർക്കുറി അമാൽഗം എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോകസങ്കരം ഓടാണ്. ഓട്. അതായത് ടിന്നും ചെമ്പും ചേരുന്നതാണ് ഓട് എന്ന് പറയുന്നത്. ടിന്നും ചെമ്പും ചേരുന്നതാണ് അല്ലെ. വെങ്കലം, പിത്തള എന്ന് വിളിക്കുന്നത് ഏതൊക്കെയാണ്? ടിന്നും സിങ്കും കൂടെ ചേരുമ്പോഴാണ് കേട്ടോ. ടിന്നും സിങ്കും ചേരുമ്പോഴാണ് പിത്തള നമ്മൾ പഠിക്കുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ ആണ്. സൂര്യന്റെ ഊർജ്ജ സ്രോതസ് ഹൈഡ്രജൻ. സ്വയം കത്തുന്ന വാതകം ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിൽ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ. ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. വനസ്പതിയുടെ നെയ്യിന്റെ നിർമ്മാണത്തിന് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എത്ര ഐസോട്ടോപ്പ് ഉണ്ട്? ഹൈഡ്രജന് 3 ഐസോട്ടോപ്പ്. ഏതൊക്കെയാ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അവസാനം പറഞ്ഞ ട്രിഷ്യം കണ്ടോ? ഏറ്റവും ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏതെന്ന് വെച്ചിട്ടുണ്ട്. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ട്രിഷ്യമാണ്. ന്യൂട്രോൺ ഇല്ലാത്തത് ആദ്യത്തെ ആള്. ന്യൂട്രോൺ ഇല്ലാത്ത ഐസോട്ടോപ്പ് പ്രോട്ടിയം. 1 ന്യൂട്രോൺ മാത്രമുള്ളത് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോൺ മാത്രമുള്ളത് ട്രിഷ്യമാണ്. അപ്പം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. 1 ന്യൂട്രോൺ മാത്രമുള്ളത് പ്രോട്ടിയം. പ്രോട്ടിയത്തിന് ന്യൂട്രോണേ ഇല്ല. 1 ന്യൂട്രോൺ മാത്രമുള്ളത് ഡ്യൂട്ടീരിയം. 2 ന്യൂട്രോൺ ഉള്ളത് ഏതാ? ട്രിഷ്യം. ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷ്യമാണ് റേഡിയോ ആക്റ്റീവ്. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ദ്രവ ഹൈഡ്രജൻ ആണ് കേട്ടോ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ദ്രവ ഹൈഡ്രജൻ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏതാണ്? ഹേബർ പ്രക്രിയയാണ് അല്ലെ. സമ്പർക്ക പ്രക്രിയ എന്ത് നിർമ്മിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത് സമ്പർക്ക പ്രക്രിയ. ഓസ്വാൾഡ് പ്രക്രിയ എന്ത് നിർമ്മിക്കുന്നത്? ഓസ്വാൾഡ് പ്രക്രിയ നൈട്രിക് ആസിഡ് അല്ലെ. നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നത് ഓസ്കാർ പ്രക്രിയ. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളം യൂറിയ ആണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ വളം ഏതാണ്? യൂറിയ. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? നൈട്രിക് ഓക്സൈഡ്. ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് ഏതാണ്? നൈട്രിക് ഓക്സൈഡ് ആണ് ഇടിമിന്നൽ. നമ്മുടെ ഈ വോട്ടിംഗ് ചെയ്യാൻ പോകുമ്പോൾ കയ്യിൽ പുരട്ടുന്ന മഷി ഏതാ? സിൽവർ നൈട്രേറ്റ് ആണ്. കയ്യിൽ പുരട്ടുന്ന മഷി ഏതാ? സിൽവർ നൈട്രേറ്റ്. കൃത്രിമ മഴ പെയ്യിക്കുന്നത് ഏതാണ്? കൃത്രിമ മഴ പെയ്യിക്കുന്നത് സിൽവർ അയഡൈഡ് ആണ്. സിൽവർ അയഡൈഡ് ആണ് കൃത്രിമ മഴ പെയ്ക്കുന്നത്. എലിവിഷം എന്താ? എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ് ആണ്. എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ്. കൃത്രിമ ഫലങ്ങളൊക്കെ കൃത്രിമമായി പഠിപ്പിക്കുന്നത് കാൽസ്യം കാർബൈഡ് ആണ്. ഫലങ്ങൾ കൃത്രിമമായി പഠിപ്പിക്കുന്നത് ഏതാണ്? കാൽസ്യം കാർബൈഡ് ആണ് കൃത്രിമമായി പഠിപ്പിക്കുന്നത്. ഹോർമോൺ ചോദിച്ചാൽ എത്തിലിൻ. ഫലങ്ങൾ കൃത്രിമമായി പഠിപ്പിക്കുന്ന ഹോർമോൺ ചോദിച്ചാൽ ഏതാണ്? എത്തിലിൻ. ഓസോണിന്റെ നിറം എന്താ? ഓസോണിന്റെ നിറം ഇളം നീലയാണ്. ഓസോണിന്റെ നിറം എന്താണ്? ഇളം നീല. ഓസോൺ ഓക്സിജന്റെ രൂപാന്തരമല്ലേ O3 എന്നറിയപ്പെടുന്നതാണ് ഓക്സിജന്റെ രൂപാന്തരം എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ മഴവില്ലിന് കാരണമായ 3 പ്രകാശ പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? മഴവില്ലിന് കാരണം പ്രകീർണനം, അവവർത്തനം, പൂർണ്ണാന്തര പ്രതിഫലനം. പ്രകീർണനം, അവവർത്തനം, പൂർണ്ണാന്തര പ്രതിഫലനമാണ് മഴവില്ലിന് കാരണമായ ഊർജ പ്രതിഭാസങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ. ഹീമോഫീലിയ ദിനം എന്നാണ്. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. മലേറിയ ദിനം എന്നാണ്. മലേറിയ ദിനം ഏപ്രിൽ 25. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ ദിനം എന്ന ഏപ്രിൽ 7. ക്യാൻസർ ദിനം ഫെബ്രുവരി 4.
14, പ്രമേഹ ദിനം നവംബർ 14, ഹൃദയ ദിനം സെപ്റ്റംബർ 29, അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21, ചാന്ദ്രദിനം ജൂലൈ 21. മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 69 ജൂലൈ 1. ജൂലൈ 21. ജൂൺ 21 യോഗാ ദിനമാണ്. ജൂൺ 21 ഏതാണ്? യോഗാ ദിനമാണ്. ഇന്ത്യയുടെ യോഗാ തലസ്ഥാനം ഋഷികേശ് ആണ്. ഇന്ത്യയുടെ യോഗാ തലസ്ഥാനം ഏതാ? ഋഷികേശ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഏതാ? ഡെറാഡൂൺ ആണ്. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം ഡെറാഡൂൺ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി, ഇന്ദിരാഗാന്ധി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫോറസ്റ്റ് അക്കാദമി, ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിന്റെ തലസ്ഥാനമല്ലേ ഡെറാഡൂൺ? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഉത്തരാഖണ്ഡിലല്ലേ? ജിം കോർബറ്റ് ദേശീയ പാർക്ക്. ജിം കോർബറ്റ് ദേശീയ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാ? രാംഗംഗ ദേശീയ പാർക്ക്. കാർഗിലിന്റെ തീരത്തുകൂടി സുരു, സിയാച്ചിന്റെ തീരത്തുകൂടി ഒഴുകുന്ന നദി ഏതാ? നൂബ്ര. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സുബൻസിരി. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? ചിനാബ്. ചെറുതേതാ? ബിയാസ്. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയും ബിയാസ് ആണ്. കുളു മണാലി താഴ്വരയിലൂടെ ഒഴുകുന്നത് ബിയാസ്. പോങ് അണക്കെട്ട് ബിയാസിലാണ്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസിലാണ് നമ്മൾ പറയേണ്ടത്. അതൊക്കെ നോക്കണേ. ഇന്ദിരാഗാന്ധി കനാൽ അഥവാ രാജസ്ഥാൻ കനാൽ ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ് അല്ലെ? സത്ലജിലാണ് രാജസ്ഥാൻ കനാൽ അഥവാ ഇന്ദിരാഗാന്ധി കനാൽ. ഫക്രാനങ്കൽ അണക്കെട്ട് സത്ലജ് നദിയിലാണ്. ഹിരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലും, തെഗരി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ്. ദക്ഷിണ ഭഗീരഥി ഏതാണ്? ദക്ഷിണ ഭഗീരഥി ബാരിസ്, തിരുവിതാംകൂറിന്റെ ജീവൻ നാടി പമ്പയാണ്. പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിൽ നിന്നാണ്. പതിക്കുന്നതാണ് വേമ്പനാട്ട് കായൽ. പമ്പ പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ പഴശ്ശിരാജയുടെ കേന്ദ്രം പുരളിമലയാണ്. പുരളിമല. പമ്പ ഉത്ഭവിക്കുന്നത് പുളിച്ചിമല. പഴശ്ശിരാജയുടെ കേന്ദ്രം പുരളിമല, കണ്ണൂർ ജില്ലയിലെ പുരളിമല. ഒന്നാം പഴശ്ശി വിപ്ലവം എന്നാണ്? 1793-97. ഒന്നാം പഴശ്ശി വിപ്ലവം. 1800, 1805 രണ്ടാം പഴശ്ശി വിപ്ലവം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്താ? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്തായിരുന്നു? അത് വയനാട് പിടിച്ചെടുക്കൽ. തലക്കൽ ചന്തുവിന്റെ സ്മാരകം എവിടെയാ? തലക്കൽ ചന്തു സ്മാരകം പനമരത്താണ്. എവിടെയായിരുന്നു? പനമരത്താണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജ എന്ന സിനിമ തിരക്കഥ എഴുതിയതാരാ? തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരും സംവിധായകൻ ഹരിഹരനുമായിരുന്നു. സംവിധായകൻ ആരായിരുന്നത്? ഹരിഹരനുമായിരുന്നു. പഴശ്ശിരാജയുടെ സമയം. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചതാരാ? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരുടെ 2-3 കൃതികൾ പറഞ്ഞേ. പഴശ്ശിരാജ, പറങ്കിപ്പടയാളികൾ അല്ലെ? പോർച്ചുഗീസുകാരെ കുറിച്ച് എഴുതിയതാണ് പറങ്കിപ്പടയാളികൾ. ഹിസ്റ്ററി ഓഫ് കേരള, 2 ചൈനയിൽ. ഇതൊക്കെ ആരുടെ കൃതിയാണ്? സർദാർ KM പണിക്കരുടെ കൃതിയാണ്. നമ്മുടെ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിക്കാൻ സർദാർ പട്ടേലിനെ സഹായിച്ച മലയാളി ഏതാ? അത് VP മേനോൻ. അത് പാലക്കാട് ഒറ്റപ്പാലംകാരനാണ്. അദ്ദേഹം ഏതാണ്? പാലക്കാട് ഒറ്റപ്പാലംകാരനാണ്. അദ്ദേഹം ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതൊക്കെയോ ചോദിക്കാം. അപ്പൊ ദക്ഷിണ ഭഗീരഥി പമ്പയാണ്. ഭാരതപ്പുഴയുടെ നിള പേരാർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ആനമലയിൽ നിന്ന് തുടങ്ങി അറബിക്കടലിലാണ് പതിക്കുന്നത്. ആനമലയിൽ നിന്ന് തുടങ്ങി. ജൈവ വൈവിധ്യമുള്ള നദി ചാലക്കുടി പുഴയാണ്. മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയിലല്ലേ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ആണ്. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാ? കോഴിക്കോട് ജില്ലയിൽ. ഭൂതത്താൻകെട്ട് അണക്കെട്ട് എവിടാ? അത് എറണാകുളം ജില്ലയിൽ. ഭൂതത്താൻകെട്ട് അണക്കെട്ട് എറണാകുളം ജില്ലയിൽ. ഏനമാക്കൽ മനക്കുടി ശുദ്ധജല തടാകം എവിടെയാ? അത് തൃശ്ശൂർ ജില്ലയിലാണ്. ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വന്നത് തൃശ്ശൂരല്ലേ? തൃശ്ശൂരാണ്. അല്ല, ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് വരുന്നത് ആലപ്പുഴയിൽ. പോസ്റ്റ് ഓഫീസ് ഏറ്റവും കൂടുതൽ ഉള്ളത് തൃശ്ശൂരാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസ് ഏറ്റവും കൂടുതൽ, പോസ്റ്റ് ഓഫീസും ബ്ലോക്ക് ഓഫീസും ഒക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? തൃശ്ശൂരാണ്. പോസ്റ്റ് ഓഫീസ് ആരുടെ കൃതിയാ? രവീന്ദ്രനാഥ ടാഗോർ. പോസ്റ്റ് ഓഫീസ് ഗോറ, ഗാർഡനർ, ഗീതാഞ്ജലി. പോസ്റ്റ് ഓഫീസ് ഗോറ, ഗാർഡനർ, ഗീതാഞ്ജലി, ഇതൊക്കെ ആരുടെ കൃതിയാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ പ്രശസ്ത കൃതിയാണ്. ടാഗോർ അല്ലേ വിശ്വഭാരതി സർവകലാശാല? 1921. എവിടെയാ വിശ്വഭാരതി സർവകലാശാല? പശ്ചിമ ബംഗാൾ. ചണം, കണ്ടൽക്കാടുകൾ, അരി, ഇത് ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ്. ചണം, കണ്ടൽക്കാട്, അരി ഏറ്റവും കൂടുതൽ എവിടെയാ? പശ്ചിമ ബംഗാളിലാണ്. പക്ഷെ ഗോതമ്പ് ഏറ്റവും കൂടുതൽ എവിടെയാ? ഗോതമ്പ് ജോളമൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ഏതാ? ലക്നൗ ആണ്. ലക്നൗ ഉടമ്പടി ഏത് വർഷമാ? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച ലക്നൗ ഉടമ്പടി 1916 ലക്നൗ. AC മജുംദാർ. പിരിഞ്ഞത് 7 റാഷ് ബിഹാരി ബോസ് അധ്യക്ഷനായി. റാഷ് ബിഹാരി ഘോഷ് അധ്യക്ഷനായി 1907 ഏത് മിതവാദികളും തീവ്രവാദികളും പിരിയുന്നത്. സൂററ്റിന്റെ തീരത്തൂടി ഒഴുകുന്ന നദി ഏതാ? നദി താപ്തിയാണ് അല്ലെ? കക്രപ്പാറ അണക്കെട്ട് താപ്തിയിലാണ്. കക്രപ്പാറ ഗുജറാത്ത്, കൈഗ കർണാടക, നറോറ ഉത്തർപ്രദേശ്,
കോട്ടയം റാവതുപട്ടും രാജസ്ഥാൻ, കൂടംകുളവും കൽപ്പാക്കോ എവിടെയാണ്? തമിഴ്നാട്ടിലും, താരാപൂറും ജയ്താപൂറും മഹാരാഷ്ട്രയിലെ. ആദ്യത്തെ ആണവ റിയാക്ടർ താരാപൂർ ആണോ? അല്ല, അപ്സരയാണ്. ആണവ നിലയമാണ് താരാപൂർ, ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാ? കാമിനി. ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാണ്? കാമിനിയാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, തുറമുഖങ്ങളെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോണേ. നദീജന്യ തുറമുഖം കൊൽക്കത്തയാണ്, അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കാം. ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരും, ചെപ്പോക്ക് സ്റ്റേഡിയം ചെന്നൈയിലുമാണ്. ചിന്നസ്വാമി സ്റ്റേഡിയം ബാംഗ്ലൂരും, ചെപ്പോക്ക് സ്റ്റേഡിയം എവിടെയാണ്? ചെന്നൈയിലുമാണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, വിവരാവകാശ നിയമം വന്ന വർഷം തെറ്റരുത്. 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശം. ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ ആരാണ്? ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിൽ വജാഹത്ത് ഹബീബുള്ള, കേരളത്തിൽ പാലാട്ട് മോഹൻദാസ്. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞേ. ഇന്ത്യയിൽ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ 93-ൽ വന്നു. 93-ൽ വന്നത് ഇന്ത്യയിൽ ആദ്യത്തത്. കേരളത്തിൽ ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ വരുന്നത് 98-ലാണ്. എം എം പരീത് പിള്ളയായിരുന്നു അല്ലെ. അവിടെ രംഗനാഥ മിശ്ര, ഇന്ത്യയിൽ രംഗനാഥ മിശ്ര, കേരളത്തിൽ എം എം പരീത് പിള്ള. വനിതാ കമ്മീഷൻ പറഞ്ഞേ. ഇന്ത്യയിൽ വനിത വന്നത് 92, കേരളത്തിൽ വനിത വന്നത് 96-ലാണ്. വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ജയന്തി പട്നായിക്ക്, കേരളത്തിൽ വനിതാ കമ്മീഷന്റെ സുഗതകുമാരിയാണ്. മറന്നുപോരുത്, സുഗതകുമാരി. ഇപ്പൊ രേഖാ ശർമ്മയല്ലേ, മറന്നുപോരുത്, രേഖാ ശർമ്മ. സുപ്രീം ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ. റിസർവ് ബാങ്ക് എന്നാ വന്നേ? റിസർവ് ബാങ്ക് ആക്ട് വന്നത് 34-ലും, റിസർവ് ബാങ്ക് വന്നത് 35-ലും, റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് 49-ലുമാണ്. റിസർവ് ബാങ്ക് വന്നത് 35. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാ? മുംബൈയിലാണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ? മുംബൈ. ചിഹ്നത്തിൽ കാണപ്പെടുന്ന മൃഗമേത? കടുവ. പന്തേറ ടൈഗ്രീസ് എന്ന് വിളിക്കുന്നതാണ് കടുവ. പന്തേറ ലിയോ ഏതാ? പന്തേറ ലിയോ സിംഹമാണ്, സിംഹം. കൊക്കോസ് ന്യൂസിഫറ തെങ്ങാണ്. കൊക്കോസ് ന്യൂസിഫറ ഏതാ? തെങ്ങ്. ഒറൈസ സറ്റൈവ ഏതാ? നെല്ല്. ഒറൈസ സറ്റൈവ നെല്ല്. കൊക്കോസ് ന്യൂസിഫറ തെങ്ങാണ്. അസർഡിക്ക ഇൻഡിക വേപ്പാണ്. അസർഡിക്ക ഇൻഡിക എന്ന വേപ്പ്. നിലംബോ സ്പീഷ്യസ് ആണ് താമര. ഫൈക്കസ് ബെംഗ്ലാൻസിസ് ആണ് നമ്മുടെ പേരാൽ വിളിക്കുന്നത്. ഫൈക്കസ് ബെംഗ്ലാൻസിസ്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കണേ. അതുപോലെ ദേശീയഗാനവും ജനഗണമനയും വന്ദേമാതരവും ബംഗാളി ഭാഷയിലാണ്. 1896-ല് വന്ദേമാതരം, 1911-ൽ ജനഗണമന. വന്ദേമാതരം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ കൃതി ഏതാ? രാജ്മോഹൻസ് വൈഫ്. ആദ്യ കൃതി ഏതാണ്? രാജ്മോഹൻ വൈഫ്. ആദ്യ ബംഗാളി നോവൽ ഏതെന്ന് ചോദിച്ചാൽ ദുർഗേശ നന്ദിനി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ ബംഗാളി നോവൽ ഏതാ? ദുർഗേശ നന്ദിനിയാണ്. ഇൻഡിഗോ കലാപം നടന്നത് ബംഗാളിലാണ്. നീലം കലാപം, ഇൻഡിഗോ കലാപം ഒക്കെ നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് നടന്നത്. ഓർത്തു വെച്ചിരിക്കുക. സന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയാ? സിദ്ധു കാനു ആണ് സന്താൾ കലാപത്തിന്റെ നേതാവ്. 17-ൽ ചമ്പാരൻ സത്യാഗ്രഹം, 18-ൽ അഹമ്മദാബാദ് മിൽപ്പണി മുടക്കും കേദാർ സത്യാഗ്രഹവും, 19-ൽ ജാലിയൻ വാലാബാഗ് സമരവും, റൗലറ്റ് സത്യാഗ്രഹവും, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരവും, 20-ലാണ് നിസ്സഹകരണ പ്രസ്ഥാനം, 22-ലാണ് ചൗരി ചൗര സംഭവം, 28-ലാണ് നെഹ്റു റിപ്പോർട്ട്. നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമാണ്? 1928-ലാണ് നെഹ്റു റിപ്പോർട്ട്. 1928 തന്നെയാണ് ബർദോളി സത്യാഗ്രഹം അല്ലെ. ബർദോളി സത്യാഗ്രഹം 28. ലോകകപ്പ് ഫുട്ബോൾ 30-ലാണ്. ലോകകപ്പ് ഫുട്ബോൾ 30-ലാണ്. സന്തോഷ് ട്രോഫി 41-ലാണ്. ഈ കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് 73-ലാണ്. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയത് 73-ലാണ്. ഓർത്തു വെച്ചിരിക്കുക. ലോകകപ്പ് ഫുട്ബോള്, കേരള കലാമണ്ഡലം, കോമൺവെൽത്ത് ഗെയിംസ് ഇതൊക്കെ ആരംഭിച്ചത് 1930-ലാണ് കേട്ടോ. ഒരുവിധമൊക്കെ പറയുന്നു, ഒന്ന് തൊണ്ടയൊക്കെ പറ്റി, എന്നാലും പോയിരുന്നു. ഇതൊക്കെ ഞാൻ ചുമ്മാ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ അങ്ങ് വെച്ചേരെ, എവിടെയെങ്കിലും വീഡിയോ ഓണാക്കി അങ്ങ് വെച്ചേരെ, കേട്ടോണ്ടിരിക്കും കേട്ടോ. എന്തൊക്കെയോ വായിച്ചു, ഇനി ഒത്തിരിയും വായിക്കാനുണ്ട്. എന്നാലും 1 മണിക്കൂറിൽ കൂടുതലായി നിങ്ങൾക്ക് തന്നെ ബോറാന്ന് എനിക്കറിയാം. എന്നാലും ഒരു റിവിഷൻ ആണ്, അല്ലാതെ നിങ്ങളെ പഠിപ്പിക്കുകയല്ല. കേട്ട് ഇങ്ങനെ ചെയിനായിട്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. എന്നാലും ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും വന്നത്. ഇനി ഇതൊക്കെ വരുമോ ഇല്ലയോ എന്ന് ഞാനല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. വന്നില്ലെങ്കിലും എന്നെ പ്രാവരുത്, എന്നെ ശപിക്കരുത്. കാരണം ഒരു വ്യക്തിക്ക് പഠിപ്പിക്കാനേ പറയാം, ഇതൊക്കെ വരും എന്ന് പറയാനല്ലേ പറ്റൂ. അപ്പം സ്റ്റേറ്റ്മെന്റ്സ്, സെന്റൻസുകൾ നിങ്ങളെ ചെയ്യിക്കാൻ തുടങ്ങിയാൽ 10ഓ 12ഓ ചോദ്യമുള്ളൂ. അതിനേക്കാൾ മറ്റു സാറുമാർ ചെയ്യിക്കുന്നു. ഞാൻ മാക്സിമം ഒന്ന് റിവിഷൻ നടത്തും. അതുകൊണ്ട് എന്തെങ്കിലും കുറവോ ചെറിയ ഇടയ്ക്കൊക്കെ ഏതെങ്കിലും തെറ്റിയും പോയി കാണും, സ്പീഡിൽ പറഞ്ഞു കൊടുക്കും. എന്നാലും 100-ൽ 99% ശരിയായിരിക്കും. ബാക്കി 1% അങ്ങനെ മാറിപ്പോന്നേയും തിരിഞ്ഞു പോകുന്നതായിരിക്കും. പോട്ടെ, അതിലൊന്ന് ക്ഷമിച്ചേക്കണേ നിങ്ങൾ. പിന്നെ എല്ലാവരോടും സന്തോഷം തന്നെയാണ്. പിന്നെ ഇതൊക്കെ വന്നില്ലെങ്കിൽ, ഇതൊക്കെ പാടാണെങ്കിലും എന്നെ ശപിക്കരുത്, അല്ലെങ്കിൽ പ്രാവരുത്. എനിക്ക് പറ്റുന്നതല്ലേ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റൂ. എനിക്ക് പറ്റുന്നത് റിവിഷൻ നടത്തി പുതിയ ആൾക്കാർക്കൊക്കെ ഇത് പാടായിരിക്കും. പക്ഷെ പഴയ ആൾക്കാർക്കൊക്കെ അല്ലെങ്കിൽ ലെവൽ ആയവർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട് കേട്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇത്രയും നേരം അത് കുറേ റിവിഷൻ ക്ലാസ്സും ഒക്കെ ഇട്ട് തന്നതിലും ഒക്കെ സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ നല്ല ഒരു മനസ്സും നല്ല പ്രാർത്ഥനയും ഞങ്ങൾക്കും ഉണ്ടായിരുന്നു.
ഉണ്ടായിരിക്കണം. എൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ട്. അത് ഉറപ്പ് പറയാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അച്ഛനെയോ അമ്മയോ എന്നേക്കാളോ ആൾക്ക് ആദ്യം പ്രാധാന്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. അത് കഴിഞ്ഞ് എൻ്റെ അമ്മയെ കുറിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. കാരണം എൻ്റെ ജീവിതം, എൻ്റെ വായിലേക്ക് വരുന്ന ആദ്യ രംഗം അതാണ്. ദൈവം തന്നെ എൻ്റെ പ്രവൃത്തിയിലാണ് നിന്റെ പ്രവൃത്തി ആദ്യം പറയുക, അത് കഴിഞ്ഞതിന് ശേഷം മതി എന്ന് പറയും. മറ്റുള്ളവരെ ആ പ്രവൃത്തിയിലൂടെ നീ രക്ഷപ്പെടുമ്പോൾ മറ്റുള്ളവരും രക്ഷപ്പെടും. അതുപോലെ നിങ്ങളും ഇതുപോലെ ഒരു നല്ലൊരു ജോലി കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളുടെ കുടുംബം നന്നാവുന്നു, നിങ്ങളുടെ അച്ഛനും അമ്മമാർക്ക് സന്തോഷം, അവർ നന്നാവുന്നു, അവർക്കൊരു സ്റ്റാറ്റസ്, നിങ്ങൾക്കൊരു സ്റ്റാറ്റസ്, നിങ്ങളുടെ ഇത്രയും പഠിച്ചതിന്റെ ഒരു വില, നിങ്ങൾക്ക് അഭിമാനത്തോടെ ആ ജോലിയിൽ പോകുന്നത്. അതുകൊണ്ട് ഓരോരുത്തരോടും പറയാം, കിട്ടണം, കിട്ടിയിരിക്കും. ഇതല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും. ഇത് പാടാണെന്ന് പറഞ്ഞു അടച്ചു വെക്കരുത്. മുമ്പിലേക്ക് നല്ല പരീക്ഷകൾ വരും. ഏതാണ് തരുന്നതെന്ന് അർഹതപ്പെട്ടത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതുവരെ വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട, മുമ്പിലോട്ട് പഠിച്ചോ, കിട്ടും. കുറെ എല്ലാവർക്കും ഒന്നും കൊടുക്കത്തില്ല, പക്ഷെ നല്ല രീതിയിൽ സിലബസ് അനുസരിച്ച്, ഓർഡർ അനുസരിച്ച്, സിസ്റ്റം രീതി പഠിക്കുന്നവർക്കൊക്കെ ജോലി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയാം, കിട്ടുമെന്നേ, ധൈര്യമായിട്ടിരിക്കെ. പ്രാർത്ഥനകൾ എപ്പോഴും ഉണ്ട്. രാവിലെയാണ് പരീക്ഷ, മറക്കരുത്, നേരത്തെ പോണേ, 2 പേന കൈവച്ചിരിക്കണേ, ആഹാരം ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ ക്ലാസ്സിലിരിക്കുക കേട്ടോ. കാരണം 1.25 മണിക്കൂർ വരെ എഴുതിയൊക്കെ വേണ്ടേ, കണക്കൊക്കെ ചെയ്യുമ്പോൾ വിശക്കൊക്കെ വന്നാൽ നമുക്ക് അത്രയും അങ്ങോട്ട് പെർഫെക്ഷൻ കിട്ടത്തില്ല കേട്ടോ. നാളെയൊക്കെ ഇരുന്ന് കറണ്ട് അഫേഴ്സ് വായിക്കണേ. കറണ്ട് അഫേഴ്സ് ഒക്കെ മാക്സിമം വായിച്ചുവിടെ, കുഴപ്പമൊന്നും വരത്തില്ല, ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. കുറെ പേര് രക്ഷപ്പെടട്ടെ എന്ന്, വിശേഷങ്ങളൊക്കെ അറിയണേ. ഇല്ലെങ്കിലും പാടായാലും എളുപ്പമായാലും പറ്റുന്നവരൊക്കെ അറിയിക്കുക. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ, ഇല്ലെങ്കിൽ നമ്പർ അറിയുന്നവരോ അങ്ങനെ ആയാലും അറിയിക്കുക. ഓക്കെ, ഒത്തിരി സന്തോഷത്തോടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നിങ്ങളുടെയൊക്കെ സ്നേഹപൂർവമായ ഒരു പ്രാർത്ഥനയും എനിക്കും കൂടെ വെച്ചേക്കണേ. കാരണം തൊണ്ട ഒന്നും ഒട്ടും വയ്യ. കാരണം നിങ്ങൾ വിചാരിക്കും തൊണ്ടവേദന അല്ല, പഠിപ്പിച്ച് കവിള് വേദനയാണ്. കവിള് നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല. ഞാൻ എന്നിട്ടും അങ്ങ് കരഞ്ഞു പറഞ്ഞ് അങ്ങ് പഠിപ്പിക്കുന്നത് അത്രയെങ്കിലും ആവട്ടെ, ഇത് കഴിഞ്ഞാൽ എനിക്ക് ഇനി 2 ദിവസം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വെച്ചാൽ. ഒത്തിരി സന്തോഷത്തോടെ കുറെ പേര് രക്ഷപ്പെടട്ടെ, നല്ല പഠിക്കുന്നവർക്ക് നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.